റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കഥയുടെ ദിവസമാണ്, ചൊവ്വാഴ്ച. ഇന്ന് 3 കഥകളാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നത്. ഓമന ടീച്ചർ, ഉഷ, ഷീല ടീച്ചർ, ഇങ്ങനെ 3 കഥകളാണ് ഈ ഫ്ലോറിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം കഥ കേൾക്കാൻ ക്ഷണിക്കുന്നു. കഥ കേൾക്കുക എന്നുള്ളത്, കഥ പറയുക എന്നതുപോലെ തന്നെ ഒരു കലയാണ് കഥ കേൾക്കുക എന്നുള്ളതും. കഥയോടൊപ്പം യാത്ര ചെയ്യുക, അതുപോലെ തന്നെ കഥയുടെ സാരാംശം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അതിലടങ്ങിയിരിക്കുന്ന സന്ദേശം എന്താണെന്ന് അത് ഉൾക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇതിലെല്ലാം ഉപരി ഇതൊരു തെറാപ്പി ആയിട്ടും കൂടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റോറി തെറാപ്പി. അതായത് നമുക്ക് നമ്മുടെ മെമ്മറിയൊക്കെ റിഫ്രഷ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എൻജോയ്മെന്റ് ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം ഗുണമുള്ള ഒരു കാര്യമാണ് സ്റ്റോറി തെറാപ്പി. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ ഒരുപാട് കഥ കേട്ട് വളർന്നവരാണ്. പിന്നീട് അത് കഥ ആസ്വദിക്കുന്നതും കേൾക്കുന്നതും കഥ അനുഭവിക്കുന്നതും ഒക്കെ വിവിധ രീതികളിലായി എന്ന് മാത്രം. ഇന്നിപ്പോ കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി കഥ കേൾക്കുക, അതുപോലെ തന്നെ കഥ കൊച്ചി TV അങ്ങനെയുള്ള ഒരു മീഡിയാസ് ഒക്കെ വഴിയാണ് കഥ കാണുക, അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്കിലും നമ്മൾ ചെറിയ നാളിലെ നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള എല്ലാം തന്നെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വളരെയധികം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തീർച്ചയായിട്ടും സ്നേഹത്തോടു കൂടി എല്ലാവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് കഥ പറയുന്നത് ഷീല ടീച്ചർ. അവൈലബിൾ ആണോ? ഇന്ന് പറയുന്ന കഥ തേൻവരിക്ക എന്ന കഥ. ഇത് നാരായൺ എന്ന ഒരു കഥാകൃത്തിന്റെ വളരെ പ്രസിദ്ധമായ തേൻവരിക്ക എന്ന കഥയാണ് അവതരിപ്പിക്കുന്നത്. പേര് പോലെ തന്നെ വളരെയേറെ മാധുര്യമുള്ള ഈ കഥ ആസ്വദിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കുചേരാം. ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം. താങ്ക് യു എവരിബഡി. ഇന്ന് കയറിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂട്ടുകാരെല്ലാരും എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് കഥ തുടങ്ങാം. സ്റ്റോറി തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഇതിൽ എന്തുമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾക്ക് നേടേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ കഥയിലൂടെ കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനായിട്ട് ശ്രമിക്കാൻ പോകുന്നത്. അപ്പൊ നാരായൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഒരു കഥാകൃത്തിന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഗോത്ര വർഗത്തിലുള്ളതാണ് എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട, ആ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കഥകളായിരിക്കും അദ്ദേഹത്തിൻ്റെത്. അത് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കഥകള് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പിന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തും മറ്റും ഈ ഇദ്ദേഹത്തിന്റെ കഥ, കാരണം ഗോത്രവർഗക്കാർ കഥകൾ എഴുതിയിട്ടുള്ള ഒരു അപൂർവം പേരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അവിടെയൊക്കെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ജനിച്ചത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽപ്പെടുന്ന കുടയത്തൂരിലാണ്. 1940 ജനിച്ചത്. കൊച്ചരേത്തിയാണ് ആദ്യ നോവൽ. ഊരാളിക്കുടി, വന്നല, ആരാണ് തോൽക്കുന്നവർ, കഥകൾ, നാരായൺ എന്നിവയാണ് പ്രധാന കൃതികൾ. ഗോത്രസ്മൃതികളുടെ അനുഭവം പേറുന്നവയാണ് അദ്ദേഹത്തിന്റെ രചനകൾ. കൊച്ചരേത്തിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു പിന്നെ വളരെ മനോഹരമായ ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുത്ത ഒരു കഥയാണ് തേൻവരിക്ക. പ്ലാവിലകൾ കൊഴിഞ്ഞു വീഴുന്നത് കരച്ചിലൂടെയല്ലേ? മുറ്റത്ത് നിന്ന് അയ്യപ്പൻ പ്ലാവിനെ സൂക്ഷിച്ചു നോക്കി. വീടിനും പരിസരത്തിനും തണലും കാറ്റും നൽകി രക്ഷകനായി പടർന്നു നിൽക്കുന്ന തേൻവരിക്ക. വളവും പുളവും ഇല്ലാതെ നല്ല വണ്ണവും ഉയരവുമുള്ള തടിയിൽ ചാരിവെച്ച മുളയേണി. ചെറിയ കൊമ്പുകളിലൊക്കെ ഒടുവിലുണ്ടായ ചക്കകൾ. അതൊക്കെ ഇനിയും വിളഞ്ഞിട്ടില്ല. മകൻ സുരേന്ദ്രനോടൊപ്പം 2 പേർ തടിയുടെ വണ്ണം അളക്കുന്നു. അതെന്തിനെന്നോർക്കുമ്പോൾ
വെള്ളം നിറച്ച കുടവും ചുമന്ന് സുരേന്ദ്രന്റെ ഭാര്യ ലീല വന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൾ പറഞ്ഞു, തടിക്കച്ചവടക്കാരാ അച്ഛാ കൂടെയുള്ളത്. അയ്യപ്പൻ നടുങ്ങിപ്പോയി. ലീലയെ തുറിച്ചൊന്നു നോക്കി. വിൽക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പറഞ്ഞാലുണ്ടോ കേൾക്കുന്നു. ഷാപ്പിലെ പറ്റി തീർക്കാനായിരിക്കും. സുരേന്ദ്രന്റെ മക്കൾ രണ്ടുപേരും മുറ്റത്തിറങ്ങി. അവർ പറഞ്ഞു, തേൻവരിക്ക വിൽക്കണ്ട മുത്തച്ഛ, വിൽക്കണ്ടെന്ന് മക്കൾ അച്ഛനോട് പറ. മനസ്സിലൊരു നീറ്റലോടെ അയ്യപ്പൻ പിന്നെയും പ്ലാവിലേക്ക് നോക്കി. ചില്ലകളിലൊക്കെ ഏതെല്ലാം പക്ഷികളാണ് വന്നിരിക്കുന്നത്. മുമ്പൊക്കെ പക്ഷികളുടെ കൂട്ടമായിരുന്നു. ഇപ്പോൾ 2-4 ഒക്കെയേ ഉള്ളൂ. ആ തടിക്ക് പല കാലത്തും ആവശ്യക്കാരുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ വിറ്റു തുലയ്ക്കാൻ ആർക്കും തോന്നിയിട്ടില്ല. എന്നാലിപ്പോൾ തന്റെ മകൻ. ദാരിദ്ര്യം എന്താണെന്ന് അറിയാതെയാണ് കുടുംബത്തിൽ മക്കൾ വളർന്നതും വളരുന്നതും. അക്കാര്യത്തിൽ ഈ പ്ലാവിന് വലിയ പങ്ക് എന്നും ഉണ്ടായിരുന്നു. തുലാമാസമാകുമ്പോൾ ചുവട് മുതൽ മുകൾ വരെ ചവുണ്ട കായ്കൾ വിരിഞ്ഞു തുടങ്ങും. ഒരു ഞെട്ടിൽ 2-3 വീതം. ചിലത് കൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളവ മകരത്തിലെ തണുപ്പാകുമ്പോൾ പകുതി വിളവാകും. തടിയിലും കൊമ്പുകളിലുമെല്ലാം 2ാം തവണക്കാർ വിരിയുന്നതും മകരത്തിലാണ്. കുംഭമാസത്തിലെ ശിവരാത്രിക്ക് നൊയമ്പും ഉറക്കമൊഴിക്കലും പതിവുണ്ട്. അന്ന് ചോറും കറികളും ഇല്ല. ഒരു നേരത്തെ അരിയേതര ഭക്ഷണം. പുഴുങ്ങാൻ പാകമായ ചക്ക തേൻവരിക്കയിലുണ്ടാവും. രാവിലെ കുളിച്ച് ഭസ്മക്കുറിയും തൊട്ട് അയ്യപ്പൻ പ്ലാവിൻ ചുവട്ടിലെത്തും. എടുക്കാനുള്ള ചക്ക നേരത്തെ നോക്കി വെച്ചതാണ്. എന്നാലും വീണ്ടും ഒരു നോട്ടം. ഒന്ന് കുറയുകയാണല്ലോ. ചക്കയുടെ പുറത്തെ മുള്ളിന്റെ കറുപ്പ് വിളഞ്ഞതിന്റെ തെളിവ്. ആരോടോ അനുവാദം ചോദിക്കും. ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ, ഇഷ്ടമുള്ളത് മുറിച്ചെടുക്ക്. പ്ലാവ് അങ്ങനെ പറഞ്ഞെന്ന തോന്നലോടെ മുകളിലെങ്ങാനും ഇരിക്കുകയാണെങ്കിൽ ഏണി ചാരി കയറി കയറ് കെട്ടി ചക്ക ഇറക്കും. ചുവട്ടിലാണെങ്കിൽ ചക്കയോട് ചേർത്ത് ഞെട്ടുമുറിക്കും. തടിയിൽ നിന്ന് വേർപെടാത്ത ഞെട്ടിന്റെ മുറിവിലൂടെ 2 നാളേക്ക് തേനൂറി വരും. ഇലക്കുമ്പിളിൽ ശേഖരിച്ചെടുക്കും. ചെറുപ്പത്തിൽ അയ്യപ്പൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ മുത്തച്ഛനാണല്ലോ. കൈകാലുകൾക്കും കണ്ണിനുമൊക്കെ പ്രായത്തിന്റെ ക്ഷീണമുള്ള അയ്യപ്പന് തേൻവരിക്കയുടെ കാര്യം നല്ല ഓർമ്മയുണ്ട്. സമൃദ്ധിയുടെ ആ കാലം. കുംഭത്തിൽ തുടങ്ങി മിഥുനം ആദ്യം വരെയാണ് അത്. അതിനിടയിൽ പഴുത്തതും പച്ചയുമായി 100-150 വരിക്കച്ചക്കൾ കിട്ടിയിരിക്കും. കാലത്ത് കാപ്പിക്കും വൈകുന്നേരം പുഴുങ്ങാനുമുള്ള ചക്ക വെട്ടിപ്പിളർന്ന് കഷണങ്ങളാക്കി ചുളയടർത്തും. ചകിണി കളഞ്ഞ് ചുളയുടെ ഒരു വശം കീറി പാട പൊട്ടിക്കാതെ കുരുവെടുക്കും. ചുള പിന്നെ നീളത്തിൽ കനം കുറച്ച് കീന്തി ചുരണ്ടിയ തേങ്ങ, വേപ്പില, പാകത്തിന് ഉപ്പുമുളകും മഞ്ഞളും ചേർത്തിളക്കി വേവിച്ചാൽ ചക്കപ്പുഴുക്ക്. കുരുവിന് പുറത്തുള്ള പാട ഒന്ന് ഞെക്കിയാൽ പൊട്ടി വേർപെടും. ഞെട്ടുകളഞ്ഞ് അരിഞ്ഞു തോരനുണ്ടാക്കാം. കുരു ചുരണ്ടി കനം കുറഞ്ഞരിഞ്ഞാൽ തോരനോ മെഴുക്കു പുരട്ടിയോ. മുരിങ്ങക്കായ, മാങ്ങ, ചെമ്മീൻ ഏതെങ്കിലും ചേർത്ത് ചാറ് കറി. മീനം മേടം മാസങ്ങളിൽ ചക്ക കൂട്ടമായി വിളയും. നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ ഒന്നിച്ചു പഴുത്ത് ചീഞ്ഞളിയും. അതിനാൽ മൂപ്പായത് ഇറക്കി കൊണ്ടുവരും. മുറിച്ച് ചുളകളെടുത്ത് 4ആയി പിടർന്ന് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വാട്ടി വെയിലത്തുണക്കി സൂക്ഷിച്ചു വെക്കാം. പഞ്ഞക്കാലത്ത് പുഴുക്കിന്. ഉടലും ചകണിയുമെല്ലാം വളർത്തു മൃഗങ്ങൾക്ക് തീറ്റിയും. കയറിപ്പറ്റാനാവാത്ത തോട്ടി എത്താത്തതോ ആയ ചില്ലയിലെങ്ങാനും ചക്ക പഴുത്താൽ അണ്ണാൻ, വവ്വാൽ, കാക്ക, കിളികൾ എല്ലാവരും എത്തും. ചുളകൾ തിന്ന് കുരു താഴെ വീഴ്ത്തും. മണ്ണിൽ കിടന്ന് മുളച്ച്
വംശവർദ്ധനവിന്. പക്ഷേ സമർത്ഥനായ മനുഷ്യൻ സമ്മതിക്കില്ല. ഒന്നില്ലാതെ പെറുക്കിയെടുക്കും. മനുഷ്യന് എത്ര തിന്നാലും തികയുകയില്ലല്ലോ. നല്ല കുരു ധാരാളം ഉണ്ടെങ്കിൽ കഴുകി തോരാനിടും, മൂടക്കിടാൻ. അടുക്കള വശത്തെ തിണ്ണയുടെ കോണിൽ കല്ലും മണ്ണും ചേർത്ത് കെട്ടിയ ചതുരക്കുഴിയിൽ ഉണങ്ങിയ മണൽ കുറച്ച് നിരത്തണം. അതിനു മുകളിൽ കുരു. വീണ്ടും മണലോ ഉണങ്ങിപ്പൊടിച്ച മണ്ണോ വിതറും. ചില കാലം കുഴി നിറച്ചുണ്ടാകും. മഴയും തണുപ്പും കൂട്ടിന് പഞ്ഞവുമുള്ള മിഥുനവും കർക്കടകവും തള്ളിയാൽ നീങ്ങുകയില്ല. മൂടി പുതച്ചിരിക്കാം. പിള്ളേരുള്ള വീടുകളിൽ ദാരിദ്ര്യം കൂട്ടിന് വരും. പിന്നത്തെ കാര്യം കഠിനമാണ്. എരിപൊരി കൊള്ളുന്ന കൊച്ചു വയറുകൾ കടന്നലുകൾ പോലെ മൂടി നടക്കും. എങ്ങും ഒരു കാട്ടുതാൾ പോലും ഇല്ലാത്ത കാലം. മൂടക്കുരുവും വാട്ടുകപ്പയുമുള്ള വീട്ടമ്മയ്ക്ക് തലവേദന ഇല്ല. അത്താഴം കഴിഞ്ഞ് രാവിലെ പുഴുങ്ങാൻ വേണ്ടത്ര കപ്പയും കുരുവും ഓരോ പാത്രത്തിൽ വെള്ളമൊഴിച്ചിടും. രാവിലെ കുതിർന്ന കപ്പ കഴുകിയെടുത്ത് ചുരണ്ടി പിളർന്ന കുരുവും ഒന്നിച്ചൊരു പുഴുക്ക്. കൂട്ടാൻ കറിയോ ചമ്മന്തിയോ ഉണക്കമീൻ ചുട്ടതോ. പിള്ളേർക്ക് ഇഷ്ടം പുഴുക്കും കൂട്ടാനുമല്ല. പൊട്ടക്കലമോ ചീനച്ചട്ടിയോ അടുപ്പിൽ വെച്ച് ചുട്ടു പഴുക്കുമ്പോൾ മൂടക്കുരു വാരിയിട്ട് ഇളക്കി വറുക്കണം. പാകമായാൽ മുറത്തിൽ ചൊരിഞ്ഞിട്ട് ചിരട്ട കൊണ്ട് അമർത്തി തേച്ചാൽ തൊലിയും ചവരും പോയി കിട്ടും. കടിച്ചു തിന്നാം. തേങ്ങാപ്പോൾ ഉണ്ടെങ്കിൽ രസം പരിപാടി. കുരു അടുപ്പിലിട്ട് ചുട്ടും തിന്നാം. സന്ധ്യ നേരത്ത് അയ്യപ്പൻ തേൻവരിക്കയിൽ ചാരി നിന്നു. ആരുടെയോ ഗദ്ഗതം പോലെ ചെറിയൊരു ചൂടുകാറ്റ്. ഇനി ഇങ്ങനെ എത്ര നാൾ? പ്ലാവിന് മറഞ്ഞു നിന്ന് ആരോ അങ്ങനെ ചോദിച്ചില്ലേ? തടിയുടെ മറുവശം ഒരാൾ നിന്നാൽ ഇപ്പുറം കാണാനില്ല. അത്രയ്ക്കും വലിപ്പമുണ്ട് പ്ലാവിന്. അയ്യപ്പൻ ഓർത്തു പിറുപിറുത്തു. പ്ലാവേ, നിന്റെ ദുരന്തം ഈ പൊണ്ണത്തടിയാണല്ലോ. നീയൊരെലുമ്പനോ പൊത്തനോ ആയിരുന്നെങ്കിൽ. അല്ല, അയ്യപ്പനും അതറിയില്ലെന്നുണ്ടോ? മണ്ണ് തരുന്നതെല്ലാം മരങ്ങൾ സ്വീകരിക്കും. പിന്നെ നിന്റെ മുത്തച്ഛനല്ലേ എന്റെ അരികിൽ വീട് വെച്ചത്. എന്നെ വെട്ടിക്കളയാൻ കുറെ ആളുണ്ടായിരുന്നു. അയാൾ നോക്കിയല്ലോ. എലുമ്പനും പൊത്തനുമൊക്കെ പോട്ടെ, രുചിയില്ലാത്ത കായ്കളായിരുന്നു എന്റേതെങ്കിൽ എന്നെ എന്നേ അഗ്നിക്കിരയാക്കുമായിരുന്നു. മുതുമുത്തച്ഛൻ മുതൽ ഇളം മുറയിലെ കുഞ്ഞുങ്ങൾ വരെ എന്റെ മധുരക്കനികൾ തിന്നു. എന്റെ തണലിൽ തന്നെ ഓടിയും ഒളിച്ചും കളിച്ചു വളർന്നു. ആനന്ദമായിരുന്നു അന്നൊക്കെ. നിങ്ങളിൽ പലരും എന്നെ വിൽക്കാൻ വിചാരിച്ചില്ലേ? എന്തേ ചെയ്തില്ല? നിന്റെ മകൻ തീർച്ചയായും അത് ചെയ്യും. ഇല്ല ഇല്ല, അവനെന്റെ മകനാണ്, ഞാനത് അനുവദിക്കില്ല. ഒരു വൃദ്ധന്റെ വ്യാമോഹം. അച്ഛന്റെ വാക്കുകൾക്ക് മകൻ ചെവി തരുമെന്നോ? ഇല്ലേ? നിശ്വാസം പോലെ പിന്നെയും ഒരു ഇളങ്കാറ്റ്. കടുപ്പമുള്ള തടിയിൽ ഒരു കോടാലി ആഞ്ഞു പതിക്കുന്നില്ലേ? മഞ്ഞ നിറമുള്ള ചീളുകൾ ചിതറുന്നു. മുറിപ്പാടിലൊഴുകുന്ന വെളുത്ത ചരത്തിന് ചോര നിറം. വേദന കൊണ്ട് തേൻവരിക്കയുടെ കൊമ്പുകൾ വിറയ്ക്കുന്നു. അയ്യോ പ്ലാവേ, ദേവവൃക്ഷങ്ങളിൽ നീ ഉത്തമനും പുണ്യവാനുമല്ലേ. എന്തു കുറ്റത്തിനാണ് നിന്നെ വെട്ടി വീഴ്ത്തുന്നത്? പല കാലം ഒരു കുടുംബത്തിന്റെ വിശപ്പടക്കി, തണലേകി, ജീവജലം വറ്റിപ്പോകാതെ കാത്തു ചുറ്റുവട്ടത്തിലുള്ള മണ്ണ് വളക്കൂറുള്ളതാക്കി നിലനിർത്തി. പുതിയ നിയമത്തിൽ ഇതെല്ലാം കുറ്റങ്ങളല്ലേ? റബ്ബറിന് പ്ലാവര് തടസ്സമാണെന്ന് നിന്റെ മകൻ വിചാരിക്കുന്നു. എന്നെ വിൽക്കാൻ അവൻ പണം വാങ്ങിയല്ലോ. തലയിൽ ഒരു കൊമ്പടിച്ചിട്ടെങ്കിലും ആ ദുഷ്ടനെ കൊല്ലണം അല്ലേ? എന്തൊരു കഷ്ടമാണിത്. വൃക്ഷങ്ങൾക്ക് പകയില്ലെന്ന കാര്യവും അറിയില്ലേ? വെട്ടിമുറിക്കുമ്പോഴുണ്ടാകുന്ന വേദന പൊറുക്കണമെന്ന് വെട്ടുകാരൻ അപേക്ഷിച്ചാൽ നിരസിക്കുന്നത് എങ്ങനെ? വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനൊന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല. അതും ഓർക്കുക. മടിച്ചാണെങ്കിലും അയ്യപ്പൻ മകനെ ഉപദേശിച്ചു. തേൻവരിക്ക വിൽക്കരുത്, അത് മക്കളെ പോറ്റിയതല്ലേ. സുരേന്ദ്രൻ മുഖമുയർത്താതെ ചുറ്റിലും നോക്കി. അച്ഛൻ മാത്രമല്ല, ഭാര്യയും മക്കളും കൂടി തന്റെ മറുപടിക്ക് കാതോർക്കുന്നു.
തീരെ ഇഷ്ടപ്പെടാതെ അയാൾ പിറുപിറുത്തു. ഒരു പ്ലാവല്ലേ, പോട്ടെ. നിരാശയോടെ അയ്യപ്പൻ കണ്ണുകൾ പിൻവലിച്ചു. ആ പ്ലാവുള്ളത് കൊണ്ട് മക്കൾ പഞ്ഞ മറിഞ്ഞിട്ടില്ല. ലീലയുടെ ശബ്ദം. നിന്റെ മക്കളേടി കുറച്ച് പഞ്ഞം കൊള്ളട്ടെ. കണ്ണുകടിയുള്ളവരൊക്കെ ചിരിക്കും. ചിരിച്ചോട്ടെ. ഇതുപോലാണ് വേറെ ആർക്കും ഇല്ലെന്ന് ഓർക്കണം. ഇതുപോലെയൊന്ന് വേറെ ആർക്കും ഇല്ലെന്ന് ഓർക്കണം. നിനക്ക് സ്ത്രീധനം കിട്ടിയതല്ലല്ലോ. എരമ്പ് പോയാൽ അവിടെ 50-60 റബ്ബർ വെക്കാം. നല്ല പാലുള്ളതാണെങ്കിൽ ദിവസവും 3-4 കിലോ പോരായിരിക്കും. ലീലയ്ക്ക് അനുഭവങ്ങളുടെ സംശയമാണ്. അതിന് തൈവെച്ച് 6-7 കൊല്ലം കഴിയണ്ടേ? അന്ന് റബ്ബറിന് വില കിട്ടുമെന്ന് ആരറിഞ്ഞു? അയ്യപ്പൻ കൂട്ടിച്ചേർത്തു. അതെ, 1-ാം തരം വരിക്കപ്ലാവ് വെട്ടി വിജയിച്ച്. സുരേന്ദ്രന് കോപം വന്നു. കടം വീട്ടണ്ടേ? നിങ്ങൾക്കൊക്കെ തിന്നാനും തരണം. ഇവിടെ ആയ കാലത്ത് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട കാതലുണ്ടായത്. വിറ്റ് തിന്നാനല്ലാതെ കാൽക്കാശിന് നീ ഉണ്ടാക്കിയോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കേ, മകൻ പറഞ്ഞു. സുരേന്ദ്രനില്ലേ? ഊയ്, ആരാ? വാതുക്കൽ വന്നു നോക്കിയപ്പോൾ അയ്യപ്പനാണ്. തേച്ചു മിനുക്കി മൂർച്ച കൂട്ടിയ മഴുവും വളയമാക്കി തോളിലേറ്റിയ വടവുമായി 3 പേർ മുറ്റത്ത്. ഞങ്ങളെ പ്ലാവ് വെട്ടാൻ വന്നതാ. അയ്യപ്പന് ശബ്ദമില്ലാതായി. കാലിലൂടെ ഒരു വിറയൽ മേൽപോട്ട് കയറി. അത് നെഞ്ചിലുടക്കി വിങ്ങുമ്പോൾ തൊണ്ട വരണ്ടു. കാഴ്ച മങ്ങി. തേൻവരിക്കയുടെ ഒരു കൊമ്പ് വെട്ടുന്നത് പോലും നോക്കി നിൽക്കാൻ തനിക്കാവില്ല. വെട്ടി വീഴ്ത്തുമ്പോൾ ഒരു പക്ഷേ, വേണ്ട. വേച്ച് അയ്യപ്പൻ ഇറങ്ങി നടന്നു. മനസ്സിൽ തടി വീണ് മണ്ണ് കുലുങ്ങുന്ന പ്രകമ്പനത്തോടെ. മുറ്റത്തെ പ്ലാസ്റ്റിക് കൂടുകളിൽ റബ്ബർ തൈകൾ തണൽ പോയി നഗ്നമായി ഉണങ്ങി വരേണ്ട മണ്ണിൽ വായു തുറന്നു കുഴികൾ. കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം തേൻവരിക്കയുടെ തണലിലായിരുന്നു. ചെറിയൊരു പാറ വിടവിലൂടെ ഊറി വന്ന് ഓലി നിറയും. അത് വറ്റുമായിരുന്നില്ല. അതിനാൽ വേറൊന്ന് അന്വേഷിച്ചുമില്ല. ഓലിയിലെ വെള്ളം ചൂടായി കിടന്നു, നിമിഷം തോറും വറ്റിക്കൊണ്ട്. ചപ്പുചവറും മേൽമണ്ണും നിറച്ചിട്ടിരുന്ന കുഴികളിൽ മഴ പെയ്ത ശേഷം നട്ട റബ്ബർ തൈകൾ വേനൽ ആരംഭത്തിൽ വാടി തളർന്നു. തല കുനിച്ചു നിന്നു. ലീല അതിനൊക്കെ ഓലമടഞ്ഞ് തണൽ കുത്തി. മണ്ണ് വരണ്ടു പൊടിഞ്ഞ തക്കത്തിൽ കാറ്റ് വന്ന് ഊതിപ്പറത്തി. ഓലിയിലെ നീരുറവ നിശേഷം വറ്റിപ്പോയി. അലുമിനിയ കുടങ്ങളുമായി താഴെഭാഗത്തെ കിണറ്റുകരയിൽ വെള്ളമെടുക്കാൻ നിന്ന ലീലയോട് വീട്ടമ്മ പറഞ്ഞു, എങ്ങനെയാ പറയുന്നത്? എന്നും ഇങ്ങനെ വെള്ളം തരാൻ പറ്റുകയില്ല കേട്ടോ. കുടിക്കാനൊരു കുടം ഇന്നുകൂടി തരാം. ചൂട് കൊണ്ടൊരു രക്ഷയുമില്ല. ഒന്ന് കുളിക്കാതെ എങ്ങനെ കിടന്നുറങ്ങാനാണ്? സുരേന്ദ്രൻ പാത്രങ്ങളിൽ നോക്കി. എല്ലാം കാലി. മേലൊന്ന് നനയ്ക്കാൻ പോലും വെള്ളമില്ലേടി. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? വറുതിക്കൊരവസാനം പോലെ മഴ ചിതറി വീണു. ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്തിന്റെ കോണിടിഞ്ഞത് കണ്ട് സുരേന്ദ്രൻ നടുങ്ങി. ചാറ്റൽ മഴയത്ത് തലയിൽ തുണിയുമിട്ട് നോക്കി നിൽക്കുന്ന ഭാര്യയുടെ അടുത്ത് നിന്ന് അയാളും നോക്കി. 3 കൊല്ലം മുമ്പ് നട്ട റബ്ബർ തൈകൾ കൈവണ്ണമാകേണ്ടതായിരുന്നു. ആയില്ല. മണ്ണെല്ലാം ഒഴുകിപ്പോയതിനാൽ മിക്കതും കടപുഴകി വീണു. ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഉരുൾപൊട്ടൽ ഉണ്ടായതുപോലെ എവിടെയും എഴുന്നു നിൽക്കുന്ന കല്ലുകളെ കാണാനുള്ളൂ. പിറകിൽ വന്നു നിന്ന് അച്ഛൻ പരിഹസിച്ചോ? സുരേന്ദ്ര, മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും. കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചും പോകും. കുടിനീർ ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും. ഇവിടം വിട്ട് എവിടെയെങ്കിലും പോയിക്കൂടെ? സുരേന്ദ്രൻ അറിയാതെ ചോദിച്ചു, എങ്ങോട്ടാണ് അച്ഛാ?
ഇവിടെ കഥ അവസാനിക്കുകയാണ്. നിസ്സഹായന്റെ നിലവിളി എന്ന് പറയുന്ന ഒരു തലക്കെട്ട് കൂടി കഥാകൃത്തിന് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഈ കഥ കേട്ടത്. നമ്മളെല്ലാവരും ഒരുപക്ഷെ എന്റെയൊക്കെ ലൈഫിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഈ നമ്മളെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഉള്ള ആഹാര രീതികളും കാര്യങ്ങളും ഒക്കെ നമ്മളതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു ബാല്യകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയായിരുന്നു ഈ കഥ. ടീച്ചർ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 2 കഥകൾ കൂടി നമുക്ക് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. അടുത്ത കഥ അവതരിപ്പിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട ഓമന ടീച്ചറെ ക്ഷണിക്കുകയാണ്. ടീച്ചർ ഒരു ഇംഗ്ലീഷ് കഥയാണ് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ബാക്ക് ടു ഹോം എന്ന കഥയാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ടീച്ചറിനെ സ്നേഹപൂർവ്വം കഥ പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. Thank you, ma'am. Thank you to everybody for hearing me. The short story is one of the earliest as well as one of the most recent literary forms. It goes back to the first story told thousands of years ago by the first mother to quieten her child. The great teachers of the world, like Lord Buddha and Christ, knew what spell it cast on its hearers. Today, I like to tell the homecoming. The Homecoming is one of Tagore's finest stories. Tagore had the unerring instinct of a child. He could enter into children's feelings, their dreams, and aspirations with the utmost ease. The Homecoming is Tagore's masterpiece. Pathik is the hero of this story. Pathik Chakravarti was the ringleader among the boys of the village. One day, a plan for new mischief entered in his head. There was a heavy log lying on the mudflat of the river, waiting to be shaped into a mast for a boat. His plan was that they should all work together to shift the log by main force from its place and roll it away. The owner of the log would be angry and surprised, while they would all enjoy the fun. Everyone supported the proposal and it was carried unanimously. But just as the fun was about to begin, Makan, Pathik's younger brother, sauntered up without a word and sat down on the log in front of them all. The boys were puzzled for a moment. One of them pushed him rather timidly and told him to get up. But he remained quite unconcerned. He appeared like a young philosopher meditating on the futility of games. Pathik was furious. Makan, he cried, if you don't get up this minute, I will thrash you. Makan only moved to a more comfortable position. Now, if Pathik was to keep his regal dignity before the public, it was clear that he must carry out his threat. But his courage failed him at the crisis. His fertile brain, however, rapidly seized upon a new maneuver which would discomfort his brother and afford his followers add amusement. He gave the word and command to roll the log and Makan over together. Makan heard the order and made it a point of honor to stick on. But like those who attempt earthly fame in other matters, he overlooked the fact that there was peril in it. The boys began to heave at the log with all their might, calling out,
1, 2, 3, go. At the word go, the log went. And with it went Makan's philosophy, glory, and awe. The other boys shouted themselves hoarse with delight, but Pathik was a little frightened. He knew what was coming, and he was not mistaken, for Magan rose from Mother Earth, blind as fate and screaming like the Furies. He rushed at Pathik, scratched his face, beat him, and kicked him, and then went crying home. The first act of the drama was over. Pathik wiped his face and sitting down on the edge of a sunken bar by the river bank began to nibble a piece of grass. A boat came up to the landing and a middle-aged man with grey hair and dark mustache stepped onto the shore. He saw the boy sitting there doing nothing and asked him where the Chakravartis lived. Pathik went on nibbling the grass and said, over there. But it was quite impossible to tell where he pointed. The stranger asked him again. He swung his legs to and fro on the side of the bar and said, go and find out, and continued to nibble the grass. But at that moment, a servant came down from the house and told Pathik that his mother wanted him. Pathik refused to move, but on this occasion, the servant was the master. He roughly took Pathik up and carried him, kicking and struggling in impotent rage. When Pathik entered the house, his mother saw him and called out angrily, so you have been beating, hitting Makan again? Pathik answered indignantly, no, I haven't. Who told you that I had? His mother shouted. Don't tell lies. You have, Pathik said sullenly. I tell you, I haven't. You ask Makan. But Makan thought it best to stick to his previous statement. He said, yes, mother, Pathik did hit me. Pathik's patience was already exhausted. He could not bear this injustice. He rushed at Makan and rained on him a shower of blows. Take that, he cried, and that, for telling lies. His mother took Makan's side in a moment and pulled Pathik away, returning his blows with equal vigor. When Pathik pushed her aside, she shouted out, what? You little villain? Would you hit your own mother? It was just at this critical moment that the grey haired stranger arrived. He asked what had occurred. Pathik looked sheepish and ashamed. But when his mother stepped back and looked at the stranger, her anger was changed to surprise, for she recognized her brother and cried, why, Dada, where have you come from? As she said these words, she bowed to the ground and touched his feet. Her brother, Bishambar, had gone away soon after she had married and had started business in Bombay. She herself had lost her husband while he was there. Bishambar had now come back to Calcutta and had at once made enquiries concerning his sister. As soon as he found out where she was, he had hastened to see her. The next few days were full of rejoicing. The brother asked how the two boys were being brought up. He was told by his sister that Pathik was a perpetual nuisance. He was lazy, disobedient, and wild. But Magan was as good as gold, as quiet as a lamb, and very fond of reading. Vishambar kindly offered to take Pathik off his sister's hands and educate him with his own children in Calcutta. The widowed mother readily agreed.
when his uncle asked Pathik if he would like to go to Calcutta with him. His joy knew no bounds, and he said, "Oh, yes, uncle," in a way that made it quite clear that he meant it. It was an immense relief to the mother to get rid of Pathik. She had a prejudice against the boy, and no love was lost between the two brothers. She was in daily fear that he would someday either drown Makan in the river or break his head in a fight or urge him on into some danger. At the same time, she was a little distressed to see Pathik's extreme eagerness to leave his home. Pathik, as soon as all was settled, kept asking his uncle every minute when they were to start. He was on pins all day long with excitement and lay awake most of the night. He bequeathed to Makan in perpetuity his fishing rod, his big kite, and his marbles. Indeed, at this time of departure, his generosity towards Makan was unbounded. When they reached Calcutta, Pathik met his aunt for the first time. She was by no means pleased with this unnecessary addition to her family. She found her own three boys quite enough to manage without taking anyone else. And to bring a village lad of 14 into their midst was terribly upsetting. Bishambar should really have thought twice before committing such an indiscretion. In this world, there is no worse nuisance than a boy at the age of 40. He is neither ornamental nor useful. It is impossible to shower affection on him as on a smaller boy, and he is always getting in the way. If he talks with a childish lisp, he is called a baby, and if in a grown-up way, he is called impertinent. In fact, talk of any kind from him is resented. Then he is at the unattractive growing age. He grows out of his clothes with indecent haste. His voice grows hoarse and breaks and quivers. His face grows suddenly angular and unsightly. It is easy to excuse the shortcomings of early childhood, but it is hard to tolerate even unavoidable lapses in a boy of 14. He becomes painfully self conscious, and when he talks with elderly people, he is either unduly forward or else so unduly shy that he appears ashamed of his own existence. Yet it is at this age that in his heart of hearts, a young lad most craves recognition and love, and he becomes the devoted slave of anyone who shows him consideration. But none dare openly love him, for that would be regarded as undue indulgence and therefore bad for the boy. So, what with scolding and chiding, he becomes very much like a stray dog that has lost its master. His own home is the only paradise that a boy of 14 can know. To live in a strange house with strange people is little short of fortune, while it is the height of bliss to receive the kind looks of women and never to suffer their slights. It was anguish to Pathik to be an unwelcome guest in his aunt's house, constantly despised and slighted by this elderly woman. If she
ever asked him to do anything for her, he would be so overjoyed that his joy would seem exaggerated, and then she would tell him not to be so stupid, but go get on with his lessons. There was no more backward boy in the whole school than Pati. He gaped and remained silent when the teacher asked him a question, and like an overladen ass, patiently suffered the many thrashings that were meted out to him. When other boys were out at play, he stood peacefully by the window and gazed at the roofs of the distant houses. And if by chance he espied children playing on the open terrace of a roof, his heart would ache with longing. One day he summoned up all his courage and asked his uncle, when can I go home? His uncle answered, wait till the holidays come. But the holiday would come till October, and there was still a long time to wait. One day Pathik lost his lesson book. Even with the help of books, he had found it very difficult to prepare his lesson. But now it became impossible. Day after day, the teacher caned him unmercifully. He became so abjectly miserable that even his cousins were ashamed to own him. They began to jeer and insult him more than even the other boys did. At last, he went to his aunt and told her that he had lost his book. With an expression of the greatest contempt, she burst out, you great clumsy country lout, how can I afford to buy you new books 5 times a month when I have my own family to look after? That night, on his way back from school, Pathik had a bad headache and a shivering fit. He felt that he was going to have an attack of malaria. His one great fear was that he might be a nuisance to his aunt. The next morning, Pathik was nowhere to be seen. Search in the neighborhood proved futile. The rain had been pouring in torrents all night, and those who went out to look for the boy were drenched to the skin. At last, Bishamber asked the police to help him. At nightfall, a police van stopped at the door of the house. It was still raining and the streets were flooded. Two constables carried Pathik out in their arms and placed him before Bishamber. He was wet through from head to foot, covered with mud, while his face and eyes were flushed with fever and his limbs were trembling. Bishamber carried him in his arms and took him inside the house. When his wife saw him, she exclaimed, what a heap of trouble this boy has given us. Hadn't you better send him home? Pathik heard her words and sobbed aloud. Uncle, I was just going home, but they dragged me back again. The fever rapidly increased, and throughout the night the boy was delirious. Bishambar brought in a doctor. Pathik opened his eyes and, looking up to the ceiling, said vacantly, uncle, have the holidays come yet? Vishambar wiped the tears from his eyes and took Pathik's thin, burning hands in his own and sat by his side through the night. Again the boy began to mutter, till at last his voice rose almost to a shriek. Mother, he cried, don't beat me like that. Mother, I am telling the truth. The next day, Padik, for a short time, became conscious. His eyes wandered round the room as if he expected someone to come. At last, with an air of disappointment, his head sank back on the pillow.
With a deep sigh, he turned his face to the wall. Vishambar read his thoughts and bending down his head whispered, Pathik, I have sent for your mother. The day dragged on. The doctor said in a troubled voice that the boy's condition was very critical. Pathik began to cry out, by the mark 3 Pathams, by the mark 4 Pathams, by the mark. Many times had he heard the sailors on the river steamers calling out the mark on the lead line. Now he was himself plumbing an unfathomable sea. Later in the day, Pathik's mother burst into the room like a whirlwind and, rocking herself to and fro from side to side, began to moan and cry. Vishambar tried to calm her, but she flung herself on the bed and cried, Pathik, my darling, my darling. Pathik stopped his restless movements for a moment. His hands ceased beating up and down. He said, eh? The mother cried again, Pathik, my darling, my darling. Very slowly, Pathik's eyes wandered, but he could no longer see the people round his bed. At last, he murmured, Mother, the holidays have come. Over. ഉഷാമാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഉഷയെ സൗണ്ട് ഇല്ല. ഓക്കെ, സോറി, മ്യൂട്ടായിരുന്നു. സോറി. താങ്ക് യു ടീച്ചർ, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. രവീന്ദ്രനാഥ് ടാഗോർ എന്ന മഹാനായ എഴുത്തുകാരന്റെ കൃതിയിലൂടെ വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് ടീച്ചർ ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോയത്. ടീച്ചർ ഇമോഷണൽ ആവുന്നതും ഞങ്ങൾ ഓരോരുത്തരും ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ടീച്ചറിന് വളരെയധികം നന്ദി പറയുന്നു. ഇനി ഒരു കഥ കൂടി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാനാണ് ഈ കഥ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒരു ഓർമ്മ, ശങ്കരനാരായണ പിള്ള എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ കുടുംബവും തിരുവനന്തപുരത്ത് നിന്ന് കറ്റാനം എന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ അപ്പച്ചിയുടെ മരണവാർത്ത അറിഞ്ഞ് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ ടാക്സി കാറിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തോടൊപ്പം നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, അവരോടൊപ്പം യാത്ര ചെയ്യാനും കുറച്ചു നേരത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പത്മരാജൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ ഓർമ്മ എന്ന കൊച്ചു കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കുറെ നാൾ മുമ്പാണ് ശങ്കരനാരായണ പിള്ളയും കുടുംബവും, ഭാര്യ കമലമ്മ, മകൾ ശൈലജ, ഭർത്താവ് സോമൻ നായർ, അതുപോലെ അവരുടെ മകൾ പ്രീതി, ഇത്രയും പേരാണ് തന്റെ അപ്പച്ചി കറ്റാനത്താണ് താമസിക്കുന്നത്. അപ്പച്ചിയായ KM ഗൗരിയമ്മ, 73 വയസ്സുള്ള ഇവരുടെ മരണവാർത്ത അറിഞ്ഞ് ശങ്കരനാരായണ പിള്ള എത്തിയതിനു ശേഷം മാത്രമേ ഇവരുടെ ശവദാഹം നടക്കുകയുള്ളൂ എന്ന മെസ്സേജ് കിട്ടിയപ്പോൾ വളരെയധികം പരിഭ്രമത്തോടു കൂടി ഇവർ ടാക്സിക്കാർ പിടിച്ച് പെട്ടെന്ന് കറ്റാനത്തേക്ക് യാത്രയാവുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഓർമ്മ, ആ യാത്രയിലുടനീളം ശങ്കരനാരായണ പിള്ളയുടെ ആ ഒരു അപ്പച്ചിയോടൊപ്പം ജീവിച്ച ആ ഒരു നാളുകളിലേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിലും ഓർമ്മയിലും പെട്ടെന്നുണ്ടാവുന്ന ചില മാറ്റങ്ങളുമാണ് ഈ കഥയുടെ പ്രമേയം. തീർച്ചയായിട്ടും നമുക്കും ഈ കഥയിലൂടെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാം. അദ്ദേഹം യാത്ര പോവുകയാണ്. പാരിപ്പള്ളിക്ക് അടുത്തെത്തിയപ്പോൾ പിള്ളയുടെ മനസ്സ് എവിടെയൊക്കെയോ പാറിപ്പറന്ന് വീണ്ടും അപ്പച്ചിയിൽ തന്നെ വന്നു വീണു. അച്ഛൻ മരിക്കുന്നത് വരെ അവരുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ ദൃഢമായിരുന്നു. അതിനുശേഷം ഇടയ്ക്കൊക്കെ അവധിക്ക് പോകുമ്പോൾ കാണുമായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ട ഓർമ്മ ഒരു ഓണത്തിന് മുണ്ടും കൊണ്ട് ചെന്നപ്പോഴാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ബന്ധുക്കൾ പ്രായമായവരുടെ വീട്ടിൽ പോവുക, അവർക്ക് മുണ്ട്, ഓണക്കോടിയൊക്കെ സമ്മാനിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു നാട്ടിൻപുറങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓണത്തിന് കസൗകര്യമുള്ള മുണ്ടും കൊണ്ട് ചെന്നപ്പോഴാണ് അവസാനമായിട്ട് അപ്പച്ചിയെ കണ്ടതെന്ന് ശങ്കരനാരായണ പിള്ള ഓർത്തെടുക്കുകയാണ്. കസൗകര്യമുള്ള മുണ്ട് നിവർത്തി നോക്കിയിട്ട് അപ്പച്ചി ചോദിച്ചു, ഇനിയിപ്പോ എന്തിനാടാ കുഞ്ഞെ എനിക്ക് കസവും നേരിയതുമൊക്കെ?
അതിനെന്താ, അപ്പച്ചിക്ക് പുറത്തു പോകുമ്പോൾ ഒടുത്തുകൂടെ? കറാൾക്കടയിലെ മുണ്ടാണ്. അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു. ഓ, ഇനിയിപ്പം എനിക്ക് പോവാൻ ഒരിടമേ ഉള്ളൂ. അപ്പച്ചി അത് പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോൾ പിള്ളയ്ക്കും മനസ്സ് നൊന്തു. കുട്ടിക്കാലത്ത് അപ്പച്ചിക്ക് ഏറ്റവും ഇഷ്ടം പിള്ളയെയായിരുന്നു. സ്വന്തം മകൻ പ്രഭാകരനേക്കാൾ ഇഷ്ടം ഈ ആങ്ങളയുടെ മകനായ ശങ്കരപിള്ളയെയായിരുന്നു. ഭാവിയിൽ തന്റെ മകളുടെ രക്ഷിതാവായി അപ്പച്ചി അന്ന് കണ്ടിരുന്നതും ശങ്കരനാരായണനെ തന്നെയായിരുന്നു. പ്രഭാകരൻ ഒരു വികൃതി കുട്ടിയായിരുന്നു. വേണ്ടാദിനങ്ങളെല്ലാം കാണിച്ച് നാട്ടിൽ അല്പസ്വല്പം ചീത്തപ്പേര് പിടിച്ചു തുടങ്ങിയ കാലത്ത് ഒരിക്കൽ അപ്പച്ചി മനസ്സ് കാഞ്ഞു പറയുകയുണ്ടായി, നീ വല്ലോനെ കുത്തിയിട്ട് ജയിലിൽ പോയാലും എനിക്കൊരു സമാധാനമുള്ളത് എന്റെ മോൾക്ക് ശങ്കരനാരായണൻ ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ളതാ. അത് കേട്ടപ്പോൾ തന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറിയതും തുടർന്ന് ദേഹത്താകെ ഒരു ചൂട് അരിച്ചതും ശങ്കരനാരായണ പിള്ള ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പച്ചിയുടെ മോള് ഞാനുമായി വല്ലാത്തൊരു തരം അടുപ്പം വികസിച്ചു തുടങ്ങിയ നാളായിരുന്നു അത്. അമ്മാവന്റെ മോളെ എന്ന പോലെ തന്നെ അച്ഛന്റെ പെങ്ങളുടെ മോളും മുറപ്പെണ്ണായിരിക്കുകയും അവരെ കല്യാണം കഴിക്കുകയുള്ള ഒരു രീതി അന്ന് നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. അന്യവിചാരത്തോടെ പെണ്ണൊരുത്തിയുടെ ദേഹത്ത് ആദ്യമായി സ്പർശിച്ചത് അവളുടെ മേനിയിലാണെന്ന് ശങ്കരനാരായണ പിള്ള ഓർത്തെടുത്തു. കൈനുകരിക്കാരൻ ഗോവിന്ദക്കുറുപ്പ് എന്ന പൂവുടമയ്ക്ക് ഒടുവിൽ അവളെ കല്യാണം കഴിച്ചയച്ചപ്പോൾ താൻ ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിച്ചതാണ്. 30-35 വർഷങ്ങളായി. പക്ഷെ ആ വിയർപ്പ് തുള്ളിയുടെ സ്വാദ് ഇപ്പോഴും നാവിൽ വന്ന് നിറയുന്നത് പോലെ തോന്നി. തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളേറെയായെങ്കിലും അവളുടെ മുഖം ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് മനസ്സിലെത്തുന്നു. ഇന്ന് തീർച്ചയായും അവളെ കണ്ടുമുട്ടാതെ ഇരിക്കില്ല. അമ്മ മരിച്ചതല്ലേ, വരും. കരഞ്ഞു നിലവിളിച്ച മുഖവുമായി അമ്മയുടെ ശവശരീരത്തിനരികിൽ കുമ്പിട്ടിരിക്കുന്ന അവളുടെ രൂപം ഇപ്പോഴേ കാണാമെന്ന് തോന്നി. പെട്ടെന്നാണ് ശങ്കരനാരായണ പിള്ളയുടെ മുന്നിൽ ഒരു ഇടിമിന്നൽ പോലെ ഒരു ചോദ്യം വന്നു വീണത്. എന്താണ് അവളുടെ പേര്? അപ്പോൾ കാർ ചിന്നക്കടയിലെ ട്രാഫിക് ജാമിൽ കുരുങ്ങി കിതച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ പേര് ഓർത്തു കിട്ടാൻ വൈകുന്തോറും പിള്ളയുടെ മനസ്സും കിതച്ചു തുടങ്ങി. എന്തായിരുന്നു അവളുടെ പേര്? എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും ആ പേര് ഓർമ്മ വരുന്നില്ല. പൊടിമോളെ എന്ന് വിളിക്കുമായിരുന്നെങ്കിലും അതൊരു ചെല്ലപ്പേര് മാത്രമായിരുന്നല്ലോ. അവളുടെ ശരിയായ പേര് എന്താണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കറ്റാനം എത്തുന്നത് വരേക്കും അയാൾക്ക് ആ പേര് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. പക്ഷെ തനിക്കെന്തോ താൽക്കാലികമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് പിള്ളയ്ക്ക് തോന്നി. പൊതുവെ ഓർമ്മയുടെ കാര്യത്തിൽ താനൊരു വമ്പനാണെന്നാണ് വയ്പ്. സെക്രട്ടേറിയറ്റിൽ ഒപ്പം ഉദ്യോഗം നോക്കുന്നവർ പലരും സംശയം തീർക്കുന്നതിനായി സമീപിക്കുന്നത് പിള്ളയെയാണ്. ഓർമ്മയിൽ നിന്ന് അയാൾ പറയുന്നതെല്ലാം രണ്ടാമതൊന്ന് ഒത്തുനോക്കുകൂടി ചെയ്യാതെ അവരെല്ലാം വേദവാക്യമായി എടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഒരു നിഘണ്ടുവിന്റെയോ എൻസൈക്ലോപീഡിയയുടെയോ വിശ്വാസ്യത തനിക്കുണ്ടെന്ന് പിള്ളയ്ക്ക് പോലും തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള തനിക്കാണ് ഇപ്പോൾ ഈ ഒരു പേര് ഓർത്തെടുക്കാൻ കഴിയാഞ്ഞതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പരിഭ്രമമായി. അപ്പച്ചിയുടെ മരണവും അതിനോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും അതോടെ മനസ്സിന്റെ പിൻനിരയിലേക്ക് തള്ളപ്പെട്ടു. ഒരു പേരിനു വേണ്ടി, ഒരു ലളിതമായ ഒരു പദത്തിനു വേണ്ടി അയാളുടെ മനസ്സ് നിലയറ്റ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് പോലെ തുഴഞ്ഞു. ശവദാഹത്തിന്റെ ചടങ്ങുകൾക്കിടയിൽ കോടിയിടാൻ ചെന്നപ്പോൾ അവളെ ഒരു നോക്ക് കണ്ടു. ബന്ധുക്കളും പഴയ പരിചയക്കാരും ചോദിച്ച കുശലങ്ങൾക്കെല്ലാം അദ്ദേഹം യാന്ത്രികമായിട്ടാണ് മറുപടി പറഞ്ഞത്. അവരിൽ മിക്കവരുടെയും പേരുകൾ ഓർമ്മയിൽ വന്നിട്ടും അവളുടെ പേര് മാത്രം ഓർക്കാൻ കഴിയുന്നില്ല എന്നത് അയാളിൽ വല്ലാത്ത സങ്കടവും പരിഭ്രാന്തിയും വളർത്തി. പിറ്റേന്ന് മടങ്ങിപ്പോന്നു. മടക്കത്തിലും ആദി വിട്ടുമാറിയിരുന്നില്ല. മറ്റാരുടെ പേര് മറന്നാലും അവളുടെ പേര് മറക്കാൻ പാടുള്ളതാണോ? എത്ര പ്രാവശ്യം ഉരുവിട്ട പേരാണ്, എത്ര സ്വപ്നങ്ങളിൽ മന്ത്രിച്ച നാമമാണ്. ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും പേര് മറന്നാലും ആദ്യം മനസ്സിൽ വന്നു വീണ അവളുടെ പേര് മറക്കാൻ തനിക്ക് എങ്ങനെ കഴിയുന്നു? തിരികെ വന്ന് സെക്രട്ടേറിയറ്റിലെ ജോലിയിൽ പ്രവേശിച്ചപ്പോഴും മനസ്സ് ആ സമസ്യയിൽ തന്നെ മുടക്കി കിടന്നു. അവളുടെ പേര് മറന്നതിലെ കുറ്റബോധമോ മനസാക്ഷി കുത്തോ ഒന്നുമായിരുന്നില്ല പിള്ളയെ പ്രധാനമായും അലട്ടിയിരുന്നത്. തന്റെ ഓർമ്മശക്തിക്ക് സാരമായ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന ഭീതിയാണ് അദ്ദേഹത്തെ ഏറെ അലോസരപ്പെടുത്തിയത്. വേണമെങ്കിൽ കമലമ്മയോട് ചോദിച്ചാൽ, അതായത് ഭാര്യയോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ തന്റെ ആദ്യ പ്രണയത്തെപ്പറ്റി ഏതാണ്ട് എല്ലാം കേട്ടുവച്ചിട്ടുള്ള അവളോട് ഇപ്പോഴീ വൈകിയ വേളയിൽ ആ പേര് തിരക്കുന്നതിലെ അഭംഗി, അത് വരുത്തി വെച്ചേക്കാവുന്ന മറ്റ് അപകടങ്ങളും മുൻകൂട്ടി ഊഹിക്കാൻ കഴിയുന്നത് കൊണ്ട് പിള്ള
ഒരിക്കലും അതിന് തയ്യാറായില്ല. തന്നെയുമല്ല, പരസഹായമില്ലാതെ ആ പേര് ഓർത്തെടുക്കണം എന്നതൊരു വാശിയായി പിള്ളയെ പിന്തുടരാനും തുടങ്ങി. മനസ്സെപ്പോഴും ആ ഒരു ബിന്ദുവിൽ തന്നെ ഉടക്കി നിർത്തിക്കൊണ്ട് അയാൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത്. പൊതുവെ കൂർമ്മബുദ്ധിയായ അയാൾ തന്റെ എല്ലാ ശേഷിയും ആ ഒരൊറ്റ മുനയിലേക്ക് ആവാഹിക്കുകയുണ്ടായി. അങ്ങനെ ആവാഹിച്ചു നിർത്തിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങിയപ്പോൾ സഹപ്രവർത്തകരും വീട്ടുകാർക്കും അമ്പരപ്പും ഇച്ഛാഭംഗവും സൃഷ്ടിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി വന്നു. ഏത് ഫോൺ നമ്പറും നാവിൻ തുമ്പ് നിന്നെന്ന പോലെ എടുത്തു കൊടുത്തിരുന്ന ആളാണ് ശങ്കരനാരായണ പിള്ള. ഒപ്പം ജോലിയുള്ളവർ ടെലിഫോൺ ഡയറക്ടറിയെ ആശ്രയിക്കാതെ മിക്കപ്പോഴും പിള്ളയോട് ചോദിച്ചാണ് നമ്പറുകൾ എടുത്തിരുന്നത്. പഴയ ശീലം വെച്ചുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ പിള്ള പെട്ടെന്ന് ഞെട്ടി ഉറക്കത്തിൽ നിന്ന് എന്നതുപോലെ ഫോൺ നമ്പറുകൾക്കായി പതറി. പലപ്പോഴും അദ്ദേഹം പറഞ്ഞു കൊടുത്ത നമ്പറുകൾ തെറ്റായി മാറി. ഫയലുകൾ പുട്ടപ്പ് ചെയ്യുന്നതിലും നോട്ടുകൾ തയ്യാറാക്കുന്നതിലും അസാധാരണമായ ഒരു ശുഷ്കാന്തിയും സാമർഥ്യം പ്രകടിപ്പിച്ചിരുന്ന ആ മനുഷ്യനിൽ നിന്ന് മിക്കപ്പോഴും ബാലിശമായ തെറ്റുകൾ ഉണ്ടാവുന്നത് മേലുദ്യോഗസ്ഥന്മാർ ആദ്യം സഹതാപപൂർവവും പിന്നെ കർശനമായും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വീട്ടിലും സംഭവിച്ചു അബദ്ധങ്ങൾ പലതും. ഒരിക്കൽ സ്വന്തം ടൂത്ത് ബ്രഷിന്റെ നിറം അദ്ദേഹം മറന്നുപോയി. അയാൾ വളരെ പാടുപെട്ട് കൗശലം ഉപയോഗിച്ചും ആണ് ഭാര്യയെ അക്കാര്യം അറിയിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ഒരിക്കൽ റേഡിയോയുടെ ബാൻഡ് മറന്നു. കുറെ നേരം തിരിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലെ മുറികളുടെ താക്കോലുകൾ തമ്മിൽ മാറിപ്പോകാൻ തുടങ്ങി. അപ്പോഴെല്ലാം മനസ്സ് പിടികൊടുക്കാതെ കളിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീനാമത്തിന്റെ പിന്നാലെ തന്നെയായിരുന്നു. ഏകദേശം 23 ദിവസങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ള ക്ലേശങ്ങൾക്കും മനോവിഷമത്തിനും അപമാനങ്ങൾക്കും ശേഷം അയാൾ ആ പേര് ഒരു വെളിപാട് പോലെ മനസ്സിലാക്കിയെടുത്തു. വനജ. പ്രായാധിക്യം കാരണമല്ല തനിക്ക് ഓർമ്മത്തിനുണ്ടായതെന്ന് പിള്ളയ്ക്ക് നന്നായി അറിയാമായിരുന്നു. റിട്ടയർ ചെയ്യാൻ ഇനിയും 3-4 വർഷങ്ങൾ കൂടി കിടക്കുന്നു. വായിക്കാൻ കണ്ണട ഉപയോഗിച്ചു തുടങ്ങിയത് തന്നെ വളരെ അടുത്ത കാലത്താണ്. അങ്ങിങ്ങ് ഓരോ നര കാണാമെന്നല്ലാതെ പറ്റേ നരച്ചു എന്ന് പറയാറായിട്ടുമില്ല. പല്ലിനും ക്ഷയമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഈ ഓർമ്മ തെറ്റുകൾ? തനിക്ക് നേരിട്ടിരിക്കുന്ന ഈ അത്യാപത്ത് മറ്റൊരാളും അറിയരുതെന്ന് അദ്ദേഹം സ്വാഭാവികമായും ആഗ്രഹിച്ചു. രഹസ്യമായി ഓർമ്മശക്തിയെയും നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും കുറിച്ചുള്ള ബുക്കുകൾ വാങ്ങി വായിച്ചു. അമിതമായി പുകവലിക്കുന്നവരിൽ ഒരു ചെറിയ ശതമാനത്തിന് ഇങ്ങനെയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എവിടെയോ വായിച്ചതോടെ അദ്ദേഹം വല്ലപ്പോഴും പുകവലിക്കുന്ന ശീലം പോലും, അതായത് ഏറിയാൽ ഒരു ദിവസം 4-5, അതും ഉപേക്ഷിച്ചു. എന്നിട്ടും അബദ്ധം പിണഞ്ഞു. പുകവലി നിർത്തിയെന്നറിയാതെ ഒരിക്കൽ ആ കാര്യം പോലും അദ്ദേഹം മറന്നുപോയി. ഒരിക്കൽ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചു കളഞ്ഞു. ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഇമേജ് തകരാൻ തുടങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. പിള്ളയ്ക്ക് എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് സഹപ്രവർത്തകർ തമ്മിൽ പറയുകയുണ്ടായി. കാരണം ഓർമ്മത്തെറ്റുകൊണ്ട് അയാൾ വരുത്തിക്കുട്ടിയ അബദ്ധങ്ങളുടെ പട്ടിക ദിവസം ചെല്ലും തോറും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഏലിയാമ്മ ഫിലിപ്പിനെ സാറാമ്മ ജോർജ് എന്ന് പേര് മാറി വിളിച്ചു. അത് ഓഫീസിൽ വലിയൊരു സംസാര വിഷയമായി. ഓഫീസിലേക്കെന്ന് പറഞ്ഞിറങ്ങിയിട്ട് അക്കാര്യം മറന്ന് മാർക്കറ്റിൽ പോയി ഒരു സഞ്ചി നിറയെ പച്ചക്കറിയും വാങ്ങി മടങ്ങിയെത്തിയ ദിവസം ഭാര്യ ഞെട്ടിപ്പോയി. ദശാബ്ദങ്ങളായി മുടങ്ങാതെ ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പ് മാറി വേറെ ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നത് കാരണം പിന്നെ ഒരിക്കൽ ഓഫീസിൽ എത്താൻ വൈകി. വേറൊരു തവണ മുകളിലേക്ക് ഏറ്റവും അത്യാവശ്യമായി അയക്കേണ്ട ഒരു ഫയൽ അവിടെ എത്താതെ ഓഫീസ് മുഴുവൻ കീഴ്മേൽ മറിച്ച് തിരയേണ്ടി വന്നു. രാത്രിയിൽ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ബ്രീഫ് കേസിൽ ആ ഫയൽ ഇരിക്കുന്നു. ഇങ്ങനെ 100 സംഭവങ്ങൾ കാരണം ഓഫീസ് ജീവിതം ദുസ്സഹമായി കൊണ്ടിരുന്നു. ആരോടും ആലോചിക്കാതെ ഒടുവിൽ ശങ്കരനാരായണ പിള്ള വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് സർവീസിൽ നിന്ന് വിരമിച്ചു. അക്കാര്യം മറന്ന് പിറ്റേന്നും അദ്ദേഹം യാന്ത്രികമായി ഓഫീസിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ബസ്സിൽ വെച്ച് പെട്ടെന്ന് ഈ കാര്യം ഓർത്തെടുത്ത് വന്നതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ ഒരു അവസരമുണ്ടായി. ഭർത്താവിന് പുറമെ കാണുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തവും ഭീകരവുമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇതിനോടകം ഭാര്യ കമലമ്മയ്ക്കും ശൈലജയുടെ ഭർത്താവ് സോമൻ നായർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആദ്യം അമ്പരപ്പും പരിഭ്രാന്തിയും തോന്നിയെങ്കിലും പോകെ അവരാ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു. മാസത്തിന്റെ ആരംഭത്തിൽ പെൻഷൻ വാങ്ങാൻ പോകേണ്ട കാര്യം പിള്ള
മറന്നു പോകാതെ ഭാര്യയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും കണക്കും കാര്യവും തെറ്റുന്നെന്ന് കണ്ട് സംഗതി ഒരു ദേശസാൽകൃത പാങ്ക് വഴിയാക്കി. പിള്ളയുടെ മറവിക്ക് ഇതിനിടെ പുതിയ രൂപഭാവങ്ങൾ കൈവന്നിരുന്നു. ഉദാഹരണത്തിന്, ഒരു പെൻസിൽ കാണുന്നു എന്ന് വെക്കുക. ശീലം കൊണ്ട് എന്നതുപോലെ പെൻസിൽ എടുത്ത് അദ്ദേഹം മുന ചെത്തുന്നു. ചെത്തിക്കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന വസ്തുവിന്റെ പേര് മറന്നു പോകുന്നു. പിന്നെ ആ ഒരു ദിവസം മുഴുവൻ, ചിലപ്പോൾ ദിവസങ്ങളോളം, തനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്ന ആ പേരിനു വേണ്ടി അദ്ദേഹം പരതാൻ ആരംഭിക്കുകയായി. ഒരു പെൻസിൽ കാണിച്ചിട്ട് ഇതിന്റെ പേരെന്താ എന്ന് മറ്റാരോടെങ്കിലും ചോദിക്കുന്നതിലെ അനൗചിത്യത്തെ പറ്റി അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ അങ്കലാപ്പ് ആരെയും അറിയിക്കാതെ കൊണ്ടു നടന്നു. ഒടുവിൽ എപ്പോഴെങ്കിലും പെൻസിൽ എന്ന വാക്ക് മനസ്സിൽ തട്ടുമ്പോൾ നിധി കിട്ടിയതുപോലെ അദ്ദേഹം ആഹ്ലാദിച്ചിരുന്നു. ഇങ്ങനെ മേശ, കസേര, കണ്ണട, ജനാല, കുളിമുറി, റോസാപ്പൂവ്, ശൗചം ചെയ്യേണ്ട കയ്യ്, സ്കൂട്ടർ, കർച്ചീഫ് തുടങ്ങിയ സമസ്ത വസ്തുക്കളും അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. ഭാര്യയുടെയും മരുമകന്റെയും കൂടെ ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടെങ്കിലും കുറെ ന്യൂറോബയോൺ ഗുളികകൾ തിന്നു എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. ഒരിക്കൽ ബോംബെയിൽ ജോലിയുള്ള ഒരു മകനും കുടുംബവും അവധിക്ക് വന്നു വീട്ടിൽ. പിള്ളയ്ക്ക് മകന്റെ പേരോർക്കാൻ കഴിയാതെ വന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഭാര്യ കമലയ്ക്കും അത് വളരെയധികം കരയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. മകന്റെ ഭാര്യയുടെയും അവരുടെ കുട്ടികളുടെയും എല്ലാവരുടെയും പേരുകൾ അദ്ദേഹത്തിന് കൃത്യമായി ഓർമ്മയുണ്ട്. പക്ഷെ മകന്റെ പേര് മാത്രം അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ നീങ്ങിയതോടെ മറവിയുടെ കോട്ടയ്ക്കുമേൽ പുതിയ പൂപ്പലുകൾ മുളച്ചു. പരിചിതങ്ങളായ മുഖങ്ങൾ കണ്ടാൽ പോലും പിള്ളയ്ക്ക് അത് ആരാണെന്ന് ഓർത്തെടുക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി. പിന്നെ ഏറെ നേരത്തെ അധ്വാനത്തിന് ശേഷം ആളെ പിടികിട്ടുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരാൻ തുടങ്ങുന്നതും സാധാരണയായി. അതിഥികളും ബന്ധുക്കളും മറ്റും വരുമ്പോൾ അവരെ മുന്നിലേക്ക് നീക്കി നിർത്തി ഇതാരാ പറയാമോ എന്ന മട്ടിൽ ഭാര്യയോ മോളോ ചോദിക്കുന്നതും പിള്ള ഉത്തരം കിട്ടാതെ കുഴങ്ങുന്നതും ആ വീട്ടിൽ നിത്യസംഭവങ്ങളായി. ഒരിക്കൽ സോമൻ നായർ ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പിള്ള വഴി നടഞ്ഞു നിന്നിട്ട് ആരാ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞത് ആ വീട്ടിൽ നീണ്ടു നിന്ന കൂട്ടച്ചിരിക്കും വഴിയൊരുക്കി. പക്ഷെ ആ ചിരി പോലും പിള്ളയെ നോവിച്ചില്ല. കാരണം അപ്പോൾ തന്നെ അദ്ദേഹം അത് മറന്നു കഴിഞ്ഞിരുന്നു. മറന്ന് പിള്ള തീർത്തും മറവിയുടെ ലോകത്തായി. തനിക്ക് ഇങ്ങനെ ഒരു അപാകതയുണ്ടെന്ന് ആരോടും പറയുന്നതിലും അദ്ദേഹത്തിന് ലജ്ജയോ അപകർഷതാബോധമോ ഇല്ലാതെയായി. വരാന്തയുടെ സൈഡിലുള്ള തന്റെ പഴയ ഓഫീസ് മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് മറന്നുപോയ നൂറായിരം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആഹാര സമയങ്ങളിൽ കൃത്യസമയത്ത് ഭാര്യ വന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് അത് മുടങ്ങാതെ നടന്നു പോന്നു. ചിലപ്പോൾ താൻ ആരാണെന്നും തന്റെ പേരെന്താണെന്നും ഓർത്തെടുക്കാൻ അദ്ദേഹം ആഴ്ചകളെടുത്തു. കണ്ണടച്ചു കിടന്ന് ആ അഴിയാക്കുരുക്കിന്റെ കെട്ടുകളിൽ പെട്ട് അദ്ദേഹം വലഞ്ഞു. തന്റെ അമ്മ, അച്ഛൻ, അനിയത്തി, കുട്ടിക്കാലം, ഓഫീസിലെ കൂട്ടുകാർ, വീട്ടിലെ മുറികൾ, നിറങ്ങൾ എന്നിങ്ങനെ എല്ലാം ക്രമേണ മറവിയുടെ തിരശീലയ്ക്ക് അപ്പുറത്തായി. ഒരിക്കൽ പച്ചയും കറുപ്പും തമ്മിൽ വേർതിരിച്ച് പറയാൻ കഴിയാതെ അദ്ദേഹം കൊച്ചുമോൾ പ്രീതിയുടെ മുന്നിൽ പരിഹാസപാത്രമായി. വല്ലപ്പോഴും മാത്രം കാറും കോളുമില്ലാതെ തെളിഞ്ഞ പകലിൽ വെട്ടുന്ന വെള്ളടി പോലെ ഏതെങ്കിലും ഒരു സംഭവമോ മുഖമോ പേരോ മനസ്സിലേക്ക് പാറി വീഴുമ്പോൾ അദ്ദേഹം അത്യാഹ്ലാദം കൊണ്ട് ചിരിച്ചു. പക്ഷെ അപ്പോഴേക്കും ആ വീട്ടിൽ പിള്ളയുടെ ചിരിക്കോ കരച്ചിലിനോ അർത്ഥമില്ലാതെയായിരുന്നു. ഉപയോഗമില്ലാത്ത ഒരു പഴയ വളർത്തു പൂച്ചയെ പോലെ അദ്ദേഹം എപ്പോഴും തന്റെ മുറിയിൽ ഈസി ചെയറിൽ ചാരിക്കിടന്നു. ഇനി ഒരിക്കലും തനിക്കൊന്നും ഓർക്കാൻ കഴിയില്ലെന്ന വസ്തുത പോലും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. പിള്ളയ്ക്ക് 72 വയസ്സ് കഴിഞ്ഞു. ശൈലജയുടെ കുട്ടി പ്രീതിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു ടൂറിസ്റ്റ് ടാക്സിയിൽ വരുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും അക്കേഷ്യ മരങ്ങൾ പൂക്കുന്നത് ചൂണ്ടിക്കാട്ടി സഹയാത്രികൾ ഗുണദോഷ വിചിന്തനം നടത്തിയത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ആ നാളുകളിൽ ഒരിക്കൽ ഒരത്ഭുതം സംഭവിച്ചു. കറ്റാനത്ത് നിന്ന് വന്ന ഒരു ബന്ധുവിനെ ഒറ്റ നോട്ടത്തിൽ പിള്ള തിരിച്ചറിഞ്ഞു. 20ഓളം വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ മനുഷ്യന്റെ പേരും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം ഒറ്റയടിക്ക് പിള്ളയുടെ മനസ്സിലേക്ക് ഓടിക്കയറി. നമ്മൾ എന്നാ അവസാനം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? പിള്ളയുടെ ഓർമ്മക്കുറവ് ഇതിനോടകം പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബന്ധു സഹതാപം കനിയുന്ന സ്വരത്തിൽ അന്വേഷിച്ചു. പിള്ളയ്ക്ക് അത് ഓർമ്മ വന്നു. തന്റെ അപ്പച്ചി KM ഗൗരിയമ്മ എന്ന
വനജയുടെ അമ്മയുടെ മരണം അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഈ വ്യക്തിയെ ഒടുവിൽ കണ്ടത്. പരമേശ്വരൻ നായർ എന്ന പേരുള്ള ഈ മനുഷ്യൻ അക്കാലത്ത് കുട്ടികൾ ഉണ്ടാകാത്തതിനെ ചൊല്ലി സന്താപം അനുഭവിക്കുന്ന കാലമായിരുന്നു. അന്നത്തെ സംഭാഷണത്തിനിടയിൽ മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തുന്നതിനെ പറ്റി പരാമർശമുണ്ടായിരുന്നു. എല്ലാം പകൽ പോലെ തെളിഞ്ഞു വരുന്നു. ഓർമ്മയില്ല അല്ലേ? പരമേശ്വരൻ നായർ ബദിരന്മാരോട് ചോദിക്കുന്നത് പോലെ ശബ്ദമുയർത്തി ചോദിച്ചു. ഇല്ല, പിള്ളയ്ക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. അങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ പിള്ളയ്ക്ക് തീരെ താല്പര്യം തോന്നിയില്ല. പകരം ഓർമ്മയുടെ വാതിലുകൾ തുറന്നു കിട്ടിയത് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനായിരുന്നു അദ്ദേഹത്തിന് തിടുക്കം. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഉരുൾപൊട്ടലിന്റെ ഊറ്റത്തോടെ പിള്ളയുടെ മനസ്സിലേക്ക് ഭൂതകാലം ഇരച്ചു കടന്നു വന്നു. കടന്നുപോയ വർഷങ്ങളിലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ പോലും ഇപ്പോൾ വ്യക്തമായി ഓർക്കാൻ കഴിയുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിനോടനുബന്ധിച്ച് നടത്തിയ യാത്രയയപ്പ് യോഗത്തിൽ തന്റെ 2 സഹപ്രവർത്തകരുടെ പേരുകൾ പരസ്പരം മാറ്റി പ്രസംഗിച്ചപ്പോൾ സദസ്സിലുണ്ടായ മ്ലാനതയും മർമ്മരവും വ്യക്തമായി ഓർമ്മ വന്നു. ബോംബെയിൽ ജോലി നോക്കുന്ന മകൻ സതീഷ് ബാബു അവിടെ സ്ഥിരതാമസമാക്കിയപ്പോൾ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിലെ വാചകങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നു. കൈനകരിക്കാരൻ ഗോവിന്ദക്കുറുപ്പുമായി കല്യാണം ഉറപ്പിച്ചുവെന്നറിഞ്ഞ് തന്റെ മുന്നിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ വനജയുടെ കണ്ണുനീരിന്റെ ചവർപ്പ് ചുണ്ടിലെത്തി. പിന്നെയും പുറകോട്ട് പോയപ്പോൾ കുട്ടിക്കാലത്ത് പാടങ്ങൾക്ക് നടുവിലൂടെ സ്കൂളിലേക്ക് പോയതും ഒരിക്കൽ മടങ്ങി വരവെ ഒരു വലിയ നീർക്കോലി നിലവിളിക്കുന്ന തടിയൻ തവളയെ പാതി വിഴുങ്ങി വച്ചിരിക്കുന്നത് കണ്ട് പേടിച്ചോടിയതും വ്യക്തമായി ഓർത്തു. ഓർമ്മയുടെ ആകസ്മികമായ മടങ്ങി വരവിൽ നീന്തി പോയപ്പോൾ 2 വയസ്സിൽ കുടിച്ച അമ്മിഞ്ഞപ്പാൽ വയറ്റിൽ കിടന്ന് പിരിഞ്ഞ് കവിട്ടിയതും അമ്മ അത് മുണ്ടിന്റെ കോന്തല കൊണ്ട് തുടച്ചു കളഞ്ഞതും വീണ്ടും കണ്ടു. പക്ഷെ പിള്ള ആരോടും ഈ സംഭവ വികാസത്തെപ്പറ്റി പറയാൻ പോയില്ല. അവാച്യമായ ആഹ്ലാദത്തോടെ ഓർമ്മയുടെ കല്ലറകൾ ഓരോന്നായി തുറന്നു പരിശോധിച്ചു. പണ്ട് പഠിച്ച ഏതോ കുട്ടിപ്പാട്ട് മൂളി അദ്ദേഹം അങ്ങനെ കിടന്നു. ഊണ് സമയമായപ്പോൾ ഊണ് കഴിക്കാനുള്ള നേരമായി എന്ന് അദ്ദേഹം ഓർത്തു. എങ്കിലും പതിവ് തെറ്റിക്കാൻ പോയില്ല. ഭാര്യ വന്ന് വിളിച്ചിട്ടേ ഉണ്ണാൻ പോയുള്ളൂ. ഊണ് കഴിഞ്ഞ് പതിവുള്ള ഉച്ചമയക്കത്തിനായി കിടക്കുമ്പോൾ വേറൊരു അത്ഭുതം കൂടി സംഭവിച്ചു. അപ്പോഴേക്കും കുഞ്ഞുനാൾ മുതൽ ഇതപര്യന്തമുള്ള സംഭവങ്ങൾ മുഴുവൻ മനസ്സിൽ വന്ന് നിരന്നു കഴിഞ്ഞിരുന്നു. ഏതു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തൊട്ടെടുക്കാം എന്ന അവസ്ഥ. അതിനോടൊപ്പം മനസ്സ് ഭാവിയിലേക്കും പിച്ചവെക്കാൻ തുടങ്ങുന്നത് പിള്ള അറിഞ്ഞു. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പായി വീട്ടിൽ കൈക്കും കാലിനും ബാൻഡേജ് ഇട്ട ഒരാൾ കയറി വരുമെന്ന് അദ്ദേഹം കണ്ടു. അപ്പോൾ ഉയരുന്ന നിലവിളിയും ചീറ്റലും സംസാരവും എല്ലാം അദ്ദേഹം വ്യക്തമായി കേട്ടു. ആ സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചു കിടന്നപ്പോൾ അപകടം പിണഞ്ഞു വന്നിരിക്കുന്നത് മരുമകൻ സോമൻ നായരല്ലാതെ മറ്റാരുമല്ലെന്നും അദ്ദേഹത്തിന് പിടികിട്ടി. ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ വിഡിതമാകുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം ആരോടും ഒന്നും ഉരിയിടാൻ പോയില്ല. പക്ഷെ അന്ന് വൈകുന്നേരം സ്കൂട്ടറിൽ നിന്ന് വീണ് കൈക്കും കാലിനും ചില്ലറ പരിക്കുകളും ബാൻഡേജുമായി സോമൻ നായരെ വീട്ടിൽ കൊണ്ടുവന്നു. നേരത്തെ പിള്ള കേട്ട നിലവിളിയും സംസാരവും വള്ളിപുള്ളി തെറ്റാതെ വീണ്ടും കാതിലെത്തി. അതോടെ പിള്ളയുടെ മനസ്സ് ഉഷാറിലായി. ഭാവിയിലേക്ക് തുറന്നു പിടിച്ച കണ്ണുമായിരുന്നപ്പോൾ രാത്രി 9 മണിക്ക് വീട്ടിലെ കറന്റ് പോകുന്നതും 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരികെ വിളക്കുകൾ തെളിയുന്നതും 10:30 മണിക്ക് അടുത്ത വീട്ടിലെ ആശ എന്ന പെൺകുട്ടി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച സത്വാർത്തയുമായി ആശയുടെ അച്ഛൻ RPP മേനോൻ വീട്ടിലെത്തുന്നതും 12 മണിക്ക് തൊട്ടു മുമ്പേ റോഡിലൂടെ ഒരു ഫയർ എഞ്ചിൻ മണിയടിയുമായി അലറിപ്പാഞ്ഞു പോകുന്നതും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. 3ഉം അതുപോലെ തന്നെ സംഭവിച്ചു. ആ രാത്രി പിള്ളയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം അതിന്റെ എല്ലാ അർത്ഥത്തിലും പൊട്ടിവിരിഞ്ഞു. ഈ അപൂർവ സിദ്ധി നീണ്ടു നിൽക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്താൽ താൻ ഇത്രകാലം അനുഭവിച്ച അപമാനവും വേദനയും പാടെ അകലുമെന്നും അതിന്റെ സ്ഥാനത്ത് ആദരവും ആരാധനയും നിറയുമെന്നും അറിയാൻ പിള്ളയ്ക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം താൻ പിറ്റേന്ന് വെളുപ്പിന് നടക്കാൻ ഇറങ്ങുന്നത് പിള്ള കണ്ടു. വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉണരുന്നതിന് മുമ്പേ ഇറങ്ങി. ഏറെ നാൾ കൂടിയിട്ടാണ് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 17 വർഷവും 9 മാസവുമാകുന്നു. ഇക്കാലം കൊണ്ട് റോഡിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞു നടന്നപ്പോൾ വലിയ ഒരു ബഹുനില കെട്ടിടം കാണാൻ കഴിഞ്ഞു. അതിനപ്പുറം പണ്ട് തരിശായി കിടന്നിരുന്ന കുന്നിന്റെ സ്ഥാനത്ത് ഒരേ മട്ടും ഭാവവുമുള്ള അസംഖ്യം ക്വാർട്ടേഴ്സുകൾ.
അതും കഴിഞ്ഞപ്പോൾ റോഡ് രണ്ടായി പിരിഞ്ഞു. വലത്തോട്ടുള്ള വഴിയെ നടന്ന് വീണ്ടും പുതിയ കാഴ്ചകൾ കണ്ടു. ട്രാക്ക് സ്യൂട്ടിട്ട് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരും മോർണിംഗ് വാക്കിനിറങ്ങിയ മധ്യവയസ്കരും പിള്ളയെ ശ്രദ്ധിച്ചില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ ഇല കൊഴിഞ്ഞു നിന്നു. അവയിലിരുന്ന് കാക്കകൾ കരഞ്ഞു, കാഷ്ടമിട്ടു. ഒരു കാഷ്ടം കൃത്യമായും പിള്ളയുടെ ഷർട്ടിന്റെ കോളറിന്മേലാണ് വന്നു വീണത്. അത് തുടച്ചു കളഞ്ഞ് വീണ്ടും നടക്കുമ്പോൾ സ്റ്റേഡിയം എത്തി. പിള്ള സ്റ്റേഡിയത്തിലേക്ക് കയറി. സ്റ്റേഡിയത്തിൽ ആരോഗ്യവാന്മാർ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരെ ദൂരെ ചിലരൊക്കെ പുഷപ്പ് എടുക്കുകയോ ഓടുകയോ ചെയ്യുന്നത് കണ്ടു. അവരെല്ലാം അവരവരുടെ ലോകങ്ങളിലായിരുന്നത് കൊണ്ട് ആരും പിള്ളയെ ശ്രദ്ധിച്ചില്ല. ഒരുപാട് നടന്നു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം നിന്നു. ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ നേരത്തത് വകവച്ചില്ല. ആ നിൽപ്പിൽ നിന്ന് കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളിൽ ഇഷ്ടമുള്ളതൊക്കെ ഓർത്തെടുത്തു. അപ്പോഴേക്കും സൂര്യൻ ഉയരാൻ തുടങ്ങി. മൈതാനത്തിലെ പുൽത്തകിടിയുടെ തുമ്പുകളിൽ കോടി സൂര്യന്മാർ വെട്ടിത്തിളങ്ങി. ആ തിളക്കവും നോക്കി നിൽക്കെ പിള്ളയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. ആ ആനന്ദാശ്രുക്കളുമായി അദ്ദേഹം ഉറങ്ങി. പിറ്റേന്ന് വെളുപ്പിന് വീട്ടുകാരെ ആരും ഉണരും മുമ്പേ അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ പടി തുറന്ന് പുറത്തെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. തലേദിവസം കണ്ട ബഹുനില കെട്ടിടവും ഒരേ മട്ടിലുള്ള കോട്ടേഴ്സുകളും ഇലയില്ലാത്ത മരച്ചില്ലകളും കണ്ട് കോളറിന്മേൽ നിന്ന് കാക്കക്കാഷ്ടവും തുടച്ചു കളഞ്ഞ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ ചുറുചുറുക്ക് അനുഭവപ്പെട്ടു. സ്റ്റേഡിയത്തിൽ ആരോഗ്യവാന്മാർ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരെ ദൂരെ ചിലരൊക്കെ പുഷപ്പ് എടുക്കുകയോ ഓടുകയോ ചെയ്യുന്നത് കണ്ടു. അവരെല്ലാം അവരവരുടെ ലോകങ്ങളിലായിരുന്നത് കൊണ്ട് ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുക പോലും ഉണ്ടായില്ല. കിതപ്പാറ്റി നിന്ന് പിള്ള ഓർമ്മകളുടെ അറകൾ തുറന്നു. 7.5 വയസ്സുള്ളപ്പോൾ മുറ്റത്ത് കോമാവിന്റെ കൊമ്പുകൾക്കുമേൽ ആകാശത്ത് നീല നിറത്തിലുള്ള മേഘങ്ങൾ വരച്ചിട്ട ശ്രീകൃഷ്ണനെ കണ്ടതും കാറ്റുവീശി ശ്രീകൃഷ്ണൻ ചിതറാൻ തുടങ്ങിയപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞതും അതിനു മുമ്പ് ഒരിക്കൽ വീടിന്റെ തെക്കുവശത്തുള്ള കമുകിന്മേൽ പടർന്നു കിടന്ന പുല്ലാഞ്ഞിവള്ളികളിൽ ഒന്നിൽ കറുപ്പും ചുവപ്പും നിറമുള്ള ചിത്രശലഭത്തെ പിടിക്കാനായി പതുങ്ങി പതുങ്ങി ചെന്നതും ഏതാണ്ട് പിടിച്ചു എന്നായപ്പോൾ പുല്ലാഞ്ഞി പടർപ്പിനിടയിൽ ഇരുന്ന് ഒരു ഞൊടിയിൽ കയ്യിലും താഴെ കണ്ണാന്തളിക്കാട്ടിനടിയിൽ നിന്ന് ഒരു കാരമുള്ള കാൽവെള്ളയിലും ഒരേ സമയം കുത്തിക്കയറിയതും ചിത്രശലഭം പറന്നുപോയതും താൻ സങ്കടപ്പെട്ട് കരഞ്ഞതും വീണ്ടും മനസ്സിലുടർന്നു. പിള്ളയ്ക്ക് ചിരി വന്നു. അപ്പോഴേക്ക് സൂര്യൻ ഉയരാൻ തുടങ്ങി. മൈതാനത്തിലെ പുൽത്തകിടിയുടെ തുമ്പുകളിൽ കോടി സൂര്യന്മാർ വെട്ടിത്തിളങ്ങി. പിള്ളയുടെ കണ്ണുകളിൽ ആ തിളക്കം വന്നു നിറഞ്ഞു. സൂര്യൻ ഇനിയും ഉയരുന്നതോടെ ആ തുള്ളികൾ മായുമെന്നും തിളക്കം മറിയുമെന്നും പിള്ള ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. തിളക്കം നഷ്ടപ്പെടുന്ന ആ പുൽമേട്ടിലൂടെ പിള്ളയുടെ മനസ്സ് ഭാവിയിലേക്ക് നടന്നു കയറാൻ തുടങ്ങി. തിളങ്ങുന്ന പച്ചയിൽ നിന്ന് ഇരുണ്ട പച്ചയിലേക്കും, ഇരുണ്ട പച്ചയിന്മേൽ വെയിൽ വീണപ്പോൾ ഉണ്ടായ വെളുത്ത പച്ചയിലേക്കും, വെളുത്ത പച്ചയുടെ ചൂടിൽ ഉരുത്തിരിയുന്ന വാടിയ പച്ചയിലേക്കും, വാടിയ പച്ചയിന്മേൽ വെയിൽ വാടിയപ്പോഴുണ്ടായ ഇളം ചുവപ്പാർന്ന പച്ചയിലേക്കും, ചുവപ്പ് പിൻവാങ്ങിയപ്പോൾ ഉണർന്ന കറുത്ത പച്ചയിലേക്കും അദ്ദേഹത്തിന്റെ മനസ്സ് കടന്നു ചെന്നു. ആ കറുപ്പിനപ്പുറത്തേക്ക് എത്ര ശ്രമിച്ചിട്ടും പിള്ളയ്ക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. ക്ലേശമാണെന്നറിഞ്ഞിട്ടും ആ കറുപ്പിന്റെ ആവരണം ചികഞ്ഞു മാറ്റാൻ അദ്ദേഹം വ്യഥാശ്രമിച്ചു. അപ്പോഴേക്കും കറുപ്പിന്റെ അസംഖ്യം പരിണാമങ്ങൾ മനസ്സിനെ പൊതിഞ്ഞു തുടങ്ങി. കുഞ്ഞുനാളിൽ ഒരിക്കൽ പാടത്ത് ചാതിയും ചാഴിയും പെരുകി നിന്ന രാത്രിയിൽ തണുത്തു വിറച്ചു പറന്നു വന്ന 3 മിനുങ്ങുകളെ കൈപ്പത്തിക്കുള്ളിലാക്കി 4ാമനെയും കാത്തു നിന്നതും, മുറുക്കി പിടിച്ച മുഷ്ടിക്കുള്ളിലിരുന്ന് അവ 3 ചത്തതും, ചത്തു കഴിഞ്ഞപ്പോൾ കുരുന്ന് കയ്യിൽ ഇരുട്ടു പരന്നതും, അമ്മയ്ക്ക് അനിയത്തിയെ പ്രസവിക്കാനുള്ള പേറ്റുനോവെടുത്ത രാത്രിയിൽ പതിച്ചയെ വിളിക്കാൻ റാന്തലുമായി പോയതും, കൂരാട്ട് യക്ഷി എന്ന ദുരാത്മാവിന്റെ ആവാസ കേന്ദ്രമായ കൂരാട്ടുകാവിനടുത്തെത്തിയപ്പോൾ കാൽ തടഞ്ഞു വീണതും, കയ്യിലിരുന്ന റാന്തലുടഞ്ഞ് ഭീതിതമായ ഇരുട്ടു പരന്നതും അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പിന്നെ ഓരോരോ ഇരുട്ടുകൾ അണിയണിയായി വന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇരുട്ട് നിറച്ചു. മൈതാനത്ത് നിന്ന് ശങ്കരനാരായണ പിള്ളയുടെ മഞ്ഞു നനവുള്ള ജഡം വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർക്ക് ദുഃഖത്തെക്കാളേറെ അമ്പരപ്പായിരുന്നു. ഇതെപ്പോൾ ഇറങ്ങിപ്പോയി? എന്തിനിറങ്ങിപ്പോയി? അതും പരസഹായമില്ലാതെ എത്ര ദൂരത്തേക്ക്? ഓർമ്മ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഓർമ്മയുള്ള കാലത്തോളം
നമുക്കെല്ലാവർക്കും ജീവനുണ്ട്. ഓർമ്മയില്ലാതാവുമ്പോൾ നമ്മൾ ജീവനില്ലാതെ ജീവിക്കുകയാണ് വീണ്ടും. ഈ ഒരു കഥ പത്മരാജൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ എഴുതിയ ഓർമ്മ എന്ന ഈ ഒരു കഥയുടെ ബേസിലാണ് 2000 തന്മാത്ര എന്ന ചലച്ചിത്രം ബ്ലെസി എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. എല്ലാവർക്കും ഇത് പരിചയമുള്ള കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിന്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രയാസമേറിയ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഈ കഥ നമ്മളെ ഓരോരുത്തരെയും മനസ്സിൽ ആഴത്തിൽ പതിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ഇതിന്റെ കമന്റ്സിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഷീൽ ടീച്ചറിന്റെ കഥയുടെയും അതുപോലെ തന്നെ മോമൻ ടീച്ചറിന്റെയും കഥയിലും ഇവിടെയൊക്കെ സഞ്ചരിച്ച് നമുക്ക് ഈ കഥയിലേക്ക് വരാം. സാബു സാറുണ്ടോ? സാർ അവൈലബിൾ ആണോ? സാറില്ലെന്ന് തോന്നുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു കഥയ്ക്ക് ഒരു പുതിയൊരു നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഷാജി സാറിനെ വിളിക്കാം. സാർ ഈ കഥയെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് പറയൂ സാറേ. ഡിസ്കഷനിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു അവതരണം, ഇതിന്റെ പ്രമേയം, കഥാകൃത്തുക്കൾ, ഇവരെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഷാജി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. കഥ കേട്ടു. എന്താ പറയാ, എൻ്റെ ഒരു ഹാങ് ഓവർ തന്നെയാണ്. അത് ആദ്യത്തെ കഥയെ കുറിച്ച് ആദ്യം പറയാം, ഇല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും. കാരണം മനസ്സിൽ കൂടുതൽ പതിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കഥയാണല്ലോ. ആദ്യത്തെ കഥ എന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ മനസ്സ് എന്നെ എൻ്റെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടാഗോറിന്റെ ഒത്തിരി കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പോസ്റ്റ്മാനും അങ്ങനെയുള്ള കുറേ കഥകൾ, പേരൊക്കെ ഞാൻ വിട്ടുപോയി. ഒത്തിരി കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ കഥ വായിച്ചതായിട്ട് എനിക്ക് നല്ലൊരു ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ 12 വയസ്സുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മാറി റിലേറ്റീവ്സിന്റെ വീട്ടിൽ ആ കാലം മുതൽ പഠനാർത്ഥം മാറിയ ഒരാളാണ്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അന്യതാബോധം. കാര്യം അവരൊക്കെ വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറിയതെങ്കിലും ആ സ്നേഹം മനസ്സിലാക്കാനോ അത് എന്താ പറയുക, നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് കിട്ടില്ല. അതൊരു പ്രത്യേക ഒരു അവസ്ഥയാണ്. പക്ഷെ ആ ഒരു സാഹചര്യമാണ് എന്നെ ഞാനായിട്ട് വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓമന ടീച്ചർ കഥ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് കടന്നുപോയി. പിന്നെ ഉഷ മാഡത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പത്മരാജന്റെ കഥകൾ ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കഥ വായിച്ചില്ല. കഥ കേട്ട് വന്നപ്പോൾ തന്മാത്രയാണ് ഓർമ്മ വന്നത്. എന്തായാലും നല്ല എന്താ പറയാ, നമ്മള് ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെ കഥ എൻ്റെ ബാല്യവും എൻ്റെ ഭൂതകാലവും അടുത്ത കഥ എൻ്റെ ഭാവികാലവും ആണല്ലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. കാരണം നമുക്കെല്ലാം ഏതാണ്ട് ആ രീതിയാണല്ലോ. പക്ഷെ ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ മറവി എന്ന് പറഞ്ഞാൽ മറവിയിൽ തന്നെ വീണ്ടും ഓർമ്മ വന്നാലും ആ മറവിയുടെ ലോകത്ത് കഴിയുന്നതാണ് നല്ലത്. ആ ഓർമ്മയിലേക്ക് വന്ന വിവരം അത് ജീവിതത്തിൽ പ്രയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിന്റെ ഒരു ഘട്ടം തന്നെയാണ്. അത് എന്താ പറയുക, മനുഷ്യ അവസ്ഥയെ, ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥകളെ വളരെ മനോഹരമായിട്ട് വരച്ചു കാണിക്കുന്ന രണ്ട് നല്ല കഥകളാണ്. രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഒന്നും പറഞ്ഞായിരുന്നല്ലോ സാർ, ഷീൽ ടീച്ചർ പറഞ്ഞ കഥ കേട്ടില്ലായിരുന്നോ? ഫസ്റ്റ് ഷീൽ ടീച്ചർ അയ്യോ ഇല്ലാട്ടോ ഞാൻ ലേറ്റ് ആയിട്ട് കയറിയത്. ഓമന ടീച്ചറിന്റെ കഥ തൊട്ട് കേട്ടുള്ളൂ. അത് ശരി. തേൻവരിക്ക ഒരു മനോഹരമായിട്ടുള്ള കഥ. അതും ഞാൻ വിചാരിച്ചു സാറത് പറഞ്ഞു വന്നപ്പം ഫസ്റ്റ് അതായിരിക്കും. അതിനകത്ത് അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് തേൻവരിക്ക എന്ന കഥ. നാരായണൻ എന്നുള്ള ഒരു കുടയത്തൂരാണ്, തൊടുപുഴ കുടയത്തൂരാണ് അദ്ദേഹത്തിന്റെ വീട്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് അടർത്തിയെടുത്ത കുറെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു വരിക്കപ്ലാവും വിൽക്കാനായിട്ട് ഒരു മകൻ ശ്രമിക്കുന്നതും, അതുപോലെ തന്നെ ആ വരിക്കപ്ലാവ് എത്രയോ പേർക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്ത അന്നത്തെ ജീവിത രീതി, കപ്പ, ഉണക്ക കപ്പ, ചക്കക്കുരു ഒക്കെ തലേദിവസം വെള്ളത്തിലിടുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രമേയമുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണത്. സാർ അത് വായിക്കണം തീർച്ചയായിട്ടും. ടീച്ചർ അത് വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അയ്യോ സോറി, ഞാനത് കേട്ടില്ല. ഞാൻ ഈ പറഞ്ഞാൽ എപ്പോഴാ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്തപ്പോ കൃത്യം ഇത് തുടങ്ങിയതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു അതായിരിക്കുമെന്ന്. സമയം ഞാൻ നോക്കിയില്ല. എന്തായാലും ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ കഥകളൊക്കെ വായിക്കുന്ന ഒരു കാലം കഴിഞ്ഞു എന്ന് തോന്നി. ഞാനിപ്പോ അതൊന്നും വായിക്കാറില്ല. അതിനുള്ള ഒരു എന്താ, സത്യം പറഞ്ഞ ക്ഷമയില്ല.
എന്തായാലും അത് ശരിയല്ല. ഇനിയും ധാരാളം കഥകൾ വായിക്കണം, കിട്ടുന്ന അവസരങ്ങൾ വായിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയും ധാരാളം വായിക്കാനുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ജീവിത അവസ്ഥകൾ മനസ്സിലാക്കാനുണ്ട്. എന്തായാലും രണ്ടും വളരെ മനോഹരമായിരുന്നു. മറ്റതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല, ഷീൽ ടീച്ചർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഷീൽ ടീച്ചർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇച്ചിരി സമയം പോയെന്ന് തോന്നുന്നു. അടുത്തയാളെ വിളിക്കുന്ന ഷായി സാറിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, സാറ് കഥ വായിക്കുക മാത്രമല്ല ഒരു ദിവസം കഥ പറയാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരികയും ചെയ്യണം. സാറിനെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പൊ ഇതിനകത്ത് രാജേഷ് തലശ്ശേരി, അത് ആരാ ടീച്ചറെ? അത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, രാജേഷ് ശരി, ആരാണ്? നമസ്കാരം. അതെ, ഞാന് പുതിയ ആളാണ്. ഞാൻ ഓമന ടീച്ചറെ സ്റ്റാറ്റസ് കണ്ടിട്ട് കയറിയതാണ്. നല്ല അനുഭവം. എനിക്ക് പണ്ട് എന്റെ അച്ഛമ്മ പറഞ്ഞു തരുന്ന കഥ പോലെ എനിക്കിങ്ങനെ കുറെ കഥകൾ കേൾക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാന്. കുറെ നാളത്തിന് ശേഷം ആരോ ഒരാളിങ്ങനെ വായിച്ചു തരുന്നത്, പ്രത്യേകിച്ച് ഉഷ മേഡവും പിന്നെ തേൻവരിക്ക, നമ്മള് ചക്കക്കുരു മീണ്ടി എടുക്കുന്നതും, നമ്മള് കണ്ണൂർ ഭാഷ പറഞ്ഞാല് ചക്ക വീണ് കഴിഞ്ഞാൽ ചക്കക്കുരു മീണ്ടി എടുക്കാൻ പോകുന്നതും, ആ ഒരു സംഭവം ശരിക്കും നമ്മൾ ചെറുപ്പത്തിലുള്ള കുറെ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ബാല്യകാലത്തിലേക്ക് കൂട്ടിപ്പോയി. ജോലിയുടെ സ്ട്രെസ്സും. ഞാനിപ്പോ സൗദി അറേബ്യയിൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ സേഫ്റ്റി എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓമന ടീച്ചറുടെ സ്റ്റാറ്റസ് കണ്ടപ്പോ കയറി നോക്കിയതാ. അപ്പൊ എന്താ പറയണ്ടേ, നല്ല സന്തോഷം. താങ്ക് യു സാർ. എന്താ വെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയും സാറിന് ദിവസങ്ങളിലെല്ലാം കയറണം. കഥ ഒരു ദിവസം കഥ പറയാനും ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരണം തീർച്ചയായിട്ടും. അപ്പൊ ഉറപ്പായാലും വരും. ചെയ്തതിൽ ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് നമുക്ക് അടുത്ത്. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു ഫോർ ഫീഡ്ബാക്കിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് സാർ. സന്തോഷം. താങ്ക് യു. സ്നേഹലത മാം, ശ്രീകുമാരി മാം, സരസ്വതി മാം, ജിയോ ഉണ്ട് കേട്ടോ. ജിയോ ആരാണെന്നൊന്ന് പറയണേ. കഴിഞ്ഞ ദിവസം ഈ ജിയോ ആരാണെന്ന് അറിയാഞ്ഞിട്ടൊരു പാട്ട് പാടാൻ വന്നിട്ടില്ല. ആരാണെന്ന് എനിക്കറിയില്ല. ആരുടെയാണെന്നൊന്ന് പറയണേ അത്. ഹലോ, സ്നേഹലത മാം അറിയോ? ആദ്യത്തെ കഥ നമ്മുടെ വൃക്ഷങ്ങളെ നമ്മള് ചൂഷണം ചെയ്യുന്നത്, അവരെ എല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് അവസാനം അതിനോടൊരു സ്നേഹം കാണിക്കാതെ കളയുന്നത്, അതിന്റെ തടിയും കൂടെ എടുക്കുക എന്നുള്ള അങ്ങനത്തെ വേറെ കഥകളും വായിച്ചിട്ടുണ്ട്. ഇത് വളരെ നമ്മുടെ ആ നാടൻ രീതികളെല്ലാം വളരെ നന്നായിട്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതികളും, പിന്നെ അവസാനം അതിനോടൊരു കരുണയും കാണിക്കാതെ മനുഷ്യൻ അതിന്റെ തടിയും കൂടെ വിൽക്കുന്ന രീതി, ഇത്തരം കഥകൾ വേറെയും വായിച്ചിട്ടുണ്ട്. അത് വളരെ നന്നായിരിക്കുന്നു ആ കഥ. പിന്നെ ഓമന ടീച്ചറിന്റെ കഥ, അത് ആ കുട്ടിയുടെ ആത്മനൊമ്പരങ്ങള്, അവൻ അവസാനം അവധി കാത്തിരിക്കുന്നു, അവസാനം അവധി അമ്മ അടുത്ത് വരുന്നതും ഒക്കെ, അത് വളരെ ഹൃദയസ്പർശിയായിരിക്കുന്നു. പിന്നെ മറ്റേ കഥ അത് വായിച്ചിട്ടില്ല, തന്മാത്ര സിനിമ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓർമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഡിലൈനേഷൻ വളരെ നന്നായിരിക്കുന്നു. അതേപോലെ പത്മരാജൻ സാറ് നിർവഹിച്ചിരിക്കുന്നത് അതേപോലെ ഉഷാമാം ഞങ്ങളിൽ എത്തിച്ചു തന്നു. താങ്ക് യു. 3 പേർക്കും ഒരുപാട് നന്ദി. ഞാൻ കഥ കേൾക്കുകയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും, അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന താങ്ക് യു. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം. താങ്ക് യു മാം. അങ്ങനെ ഒരു കാലം നമുക്ക് പറ്റുന്നിടത്തോളം കാലം അങ്ങനെ തുടർന്ന് പോകട്ടെ. ആ ഒരു കാലഘട്ടം നമ്മളിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ആ കാലഘട്ടം നമുക്ക് പറ്റുന്നിടത്തോളം കാലം തുടർന്ന് പോകട്ടെ. നമ്മുടെ മക്കളും അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മക്കളിലേക്കും അവർക്കത് പകർന്നു കൊടുക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ആശിക്കാം, ആഗ്രഹിക്കാം അല്ലേ? പിന്നെ ശ്രീകുമാരി മാം, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ കഥ ഞാൻ കേട്ടില്ല. ഓമൻ ടീച്ചറുടെ കഥ പകുതിയിൽ കേട്ടു. നല്ല കഥ, നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു കഥയായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള അവതരണം. താങ്ക് യു ടീച്ചർ. പിന്നെ ഉഷ മാമിന്റെ കഥ ഞാൻ കേട്ടു, തന്മാത്രബോധയുടെ കഥ. നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്ന കാലം, നമ്മുടെ ആ വാർദ്ധക്യത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു.
ജീവിക്കുന്ന കാലം അത്രയും ഓർമ്മയോടുകൂടെ ജീവിച്ചാൽ ഭാഗ്യം. ഓർമ്മ നഷ്ടപ്പെട്ട് ജീവിക്കുന്നതും ചത്തതിനൊപ്പമേ ജീവിച്ചിരിപ്പത് എന്നുള്ള പോലെ ഉള്ള ആ ജീവിതത്തെ പറ്റി ചിന്തിക്കാനാവുന്നില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ജീവിതം. വളരെ മനോഹരമായ രീതിയിൽ ഉഷ അമ്മ അവതരിപ്പിച്ചു. 3 പേരുടെയും അവതരണം നന്നായി. ഞാൻ ആദ്യത്തേത് കേട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓമൻ ടീച്ചറുടെ മതം പകുതിയിൽ വെച്ചാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. താങ്ക് യു മാം. എനിക്ക് ഒരു വാക്ക് പറയാൻ അവസരം തന്നതിന് ഉഷ മാമിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. കുറേ മാം ഇപ്പോഴും ദിവസമായി ഒരു കഥ അവതരിപ്പിച്ചിട്ട് കഥയെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മാം ഇപ്പോഴും അമേരിക്ക തന്നെയാണോ? അമേരിക്ക അതെ, തന്നെയാണോ? ഞാൻ ഓഗസ്റ്റിലാണ് വരുന്നത്. ഓഗസ്റ്റില് ഇവിടെ തണുപ്പ്, അതുകൊണ്ടാണ് എപ്പോഴും മൂടി പുതച്ചൊക്കെ ഇരിക്കും. എനിക്ക് ഈ തണുപ്പ് ഒന്നും ഇതുവരെ ശരിയായില്ല. ഭയങ്കര തണുപ്പ്, പുറത്താണ് കൂടുതൽ തണുപ്പ്. ശരി. ഇവിടെ മഴ കഴിഞ്ഞ് വന്നാ മതി കേട്ടോ. നാട്ടില് ഭയങ്കര മഴയാ. തണുപ്പിനെ കഴിഞ്ഞ് കഷ്ടമായിരിക്കും. ഭയങ്കര മഴയല്ലേ. തിരുവനന്തപുരത്തും മഴയുണ്ടെന്ന് ഇതുവരെ ഇങ്ങനെ ഇല്ല. തിരുവനന്തപുരത്തും നല്ല മഴയാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ജോർജ് സാർ വന്നിട്ടുണ്ടല്ലോ. ജോർജ് സാറിനെ വിളിക്കാം അല്ലേ? ജോർജ് സാറ്, സ്നേഹലതമ്മ. ജോർജ് സാറ് കഥ സാറ് ഉറങ്ങിയോ? സാറ് കുറച്ച് താമസിച്ചൊക്കെ കേട്ടോ വരുന്നത്. ഞങ്ങളുടെ പാട്ടുള്ള ദിവസം താമസിച്ചാ കഥയൊക്കെ ഉള്ളപ്പോ നേരത്തെ തന്നെ ആദ്യത്തെ എന്റെ കഥ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ വന്നിരുന്നു. നിങ്ങൾ ഇന്നലെ എന്നെ അന്വേഷിച്ച് നടന്നു, ഇന്നും അന്വേഷിച്ച് നടന്നു. എല്ലാം ഞാൻ തുടക്കം മുതൽ കേൾക്കണ്ട്. കൊച്ചുമോൻ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കരുതിയാണ് ഞാൻ പേര് പറയാതെ ജോർജ് എന്ന് പറയാതെ ജീവോ ഇട്ടിട്ടിരുന്നത്. അത് അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും അതെ. ആ സാബുസാറ് മാത്രം അറിയാം. സാബുസാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കണ്ടാന്ന്. കാരണം വെച്ചാല് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് അവൻ കയറി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പൊ പിന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണല്ലോ എന്ന് ഓർത്താ. പേര് വിളിക്കുമ്പോ നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഓക്കെ. കഥകള് 3 പേരും ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഒരു മൗന മത്സരം തന്നെയാണ് എന്നും ഈ വേദി. ഞങ്ങള് വിധികർത്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിധിക്കുന്നില്ല. ഇന്ന് 3 പേരെയും വെറുതെ വിടുക. ഓക്കെ. എന്തായാലും 3 പേർക്കും പ്രത്യേക അഭിനന്ദനം. ഇതൊക്കെയാണേലും കൊതിപ്പിക്കുന്ന ഓർമ്മകൾ. നമ്മുടെ ആ വരിക്കപ്ലാവും വരിക്കച്ചക്കയും, ആ കർക്കിടകത്തിലെ ആ ചക്കക്കുരുവിന്റെ ചേർന്നിട്ട് അത് തെരഞ്ഞെടുത്തിട്ടുള്ള ആ ഉപയോഗവും, കാലത്തും വൈകിട്ടും മാത്രമല്ല ദിവസം മുഴുവൻ സീസണിലുള്ളത് എന്താണോ അതാണല്ലോ ഭക്ഷണം. അപ്പൊ അതൊക്കെ തിന്നു കിടന്ന കാലങ്ങളൊക്കെ ഓർക്കുന്നു. ഒരു പാത്രം നിറയെ തിന്നുമായിരുന്നു സ്കൂള് വിട്ടു വന്നാലും. അന്നൊക്കെ ആ വയറൊക്കെ എവിടെ പോയിന്ന് ഇപ്പൊ അറിയില്ല. അത്രമാത്രം. ഒരു ചക്ക കഴിക്കും ഒരാള്. അമ്മ തിന്നുന്ന ആ ഇതൊക്കെ എവിടെ പോയെന്നറിയില്ല. വീട്ടിലേക്ക് എത്രമാത്രമായിരുന്നു വെച്ച് പുഴുങ്ങുന്ന വലിയ പാത്രവും. ഇന്ന് അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ആർക്കും. ഒരു കട്ടി കിട്ടിയാൽ തന്നെ ദിവസങ്ങളാണ്. അപ്പോ സാറേ അതുപോലെ ഈ ചക്കക്കാലമായാലേ എന്റെയൊക്കെ വീട്ടിൽ ഈ ചക്കയുടെ ഉണ്ടാക്കുന്ന പാത്രം താഴെ ഇറക്കത്തില്ല. കാരണം പുതിയ ചക്ക പഴുത്തോണ്ട് വരുന്നതൊക്കെ അടയാക്കി ഇങ്ങനെ പുഴുങ്ങിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഈ തേൻവരിക്ക വായിച്ചപ്പോഴത്തേക്ക് അതൊക്കെ ഓർമ്മ വന്നു. ഞാന് തേൻവരിക്ക വായിച്ചപ്പോ എനിക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യമുണ്ട്. ശരിക്കും ആ സ്ഥലവും വീടും എല്ലാം ആ പ്ലാവൊക്കെ അയ്യപ്പന്റെ ആണ്. അയ്യപ്പനാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ. പക്ഷെ അയ്യപ്പന്റെ ഉടമസ്ഥതയിലുള്ള ഈ സാധനങ്ങള് ഈ കള്ളുകുടിയനായ മകൻ കഥയായിട്ട് ഇരിക്കാനോ പറ്റുള്ളൂ. ടീച്ചർ ഉത്തരം തേടി പോവണ്ട, അതായിരിക്കും നല്ലത്. അല്ല, കഥ മീൻസ് ഇത് ഈ നാട്ടിൽ നടക്കുന്നത് അത് തന്നെയാണ്. അപ്പന്മാർക്ക് വയസ്സാകുമ്പം അവരുടെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങൾക്ക് അവർക്കല്ല ഉടമസ്ഥത. അധികാരത്തോടു കൂടി മക്കള് കൈകാര്യം ചെയ്യാൻ അങ്ങ് കേറി വരുവാണ്. ഒരു ഉടമസ്ഥൻ എന്നുള്ള ഒരു ഇപ്പം അയ്യപ്പൻ ചക്ക പറിക്കാൻ നേരത്ത് പ്ലാവിനോട് സമ്മതം വാങ്ങാറുണ്ട്. ഞാൻ നിന്റെ ഒരു കൊച്ചിനെ എടുത്തോട്ടെ. അതേസമയം ഈ പുതിയ അടുത്ത ഒരു അധികാരവും ഇല്ലാത്ത, ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാത്ത സുരേന്ദ്രന് പ്ലാവ് വെട്ടാൻ പോലും അയ്യപ്പന്റെ പോലും ആശുപത്രി പോകാൻ നേരത്തെ ചെയ്യണം. പിന്നെ അത് വേറെ കാര്യം. പിന്നുണ്ടല്ലോ മാഡം,
ഇന്നത്തെ തലമുറ അങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾ നിസ്സഹായരാണ്. നമ്മൾ നോക്കി നിൽക്കാനേ പറ്റൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സ്വത്തിന്റെ മേലെ കുട്ടികൾക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ തന്നെയല്ലേ അവരോട് പറയുന്നത്. അതെ. അത് തന്നാ വേണമെങ്കിൽ അതൊരു കുട്ടികളുടേത് കിട്ടുന്നത് ഔദാര്യമാണെന്നുള്ള ഒരു ചിന്തയിലോട്ട് മാറ്റിയെടുക്കണം അത്. അതെ, ഓമന ടീച്ചർ പറയുന്നത് വലിയ ശരിയാ. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അങ്ങനെ അല്ലല്ലോ, നേരെ മറിച്ചല്ലേ. നിയമം അങ്ങനെയില്ല. നിയമത്തെ ആ. പറ്റി സാറ് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തേക്കാൻ നിയമമൊന്നുമില്ല. അത് കൊടുത്തേക്കാൻ നിയമമല്ല, ഉണ്ടെങ്കിൽ അവര് അവകാശത്തെ പറ്റി കീറി നോക്കി സുപ്രീം കോടതി വരെ പോയ കേസുകൾ വരെ ഉണ്ടല്ലോ ധാരാളം. അല്ല സർ, പക്ഷെ അത് താവഴി സ്വത്തിന്റെ കാര്യത്തിൽ മാത്രമേ കോടതിക്ക് അധികാരമുള്ളൂ. പിതൃവഴിയായാലും അല്ല, താവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വത്താണെങ്കിൽ കുട്ടികൾക്ക് അവകാശം. അമ്മ വഴിയുള്ള സ്വത്ത്, അമ്മയായാലും അപ്പം വഴിയായാലും. ഒരു കാര്യം ചെയ്യാം, ചക്കപ്പഴത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഒന്നോടെ പറയട്ടെ, വിദേശ നാടുകളിൽ ഉള്ളതുപോലെ 15 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്ന പേരൻസിന് വീട്ടുവാടക കൊടുക്കണം. 15 വയസ്സാകുമ്പോൾ പണി ചെയ്യാൻ പഠിപ്പിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണം. ഇതതില്ലല്ലോ സാറേ. ഇവിടെ നടക്കുന്ന കോഴിയും പക്ഷികളും ഒക്കെ ഒന്ന് നോക്കിക്കേ, പശുവും അവരെയൊക്കെ കണ്ടില്ലേ, അവരെ ആ ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ സ്വാർത്ഥരായി പോകുന്നുണ്ടോ. നമ്മളെ മക്കള് നോക്കണം അല്ലെ, അടുത്ത തലമുറയ്ക്ക് പിറ്റേ തലമുറയ്ക്കുള്ളത് സമ്പാദിച്ചു വെക്കണം. പിന്നെ എങ്ങനെ അഴിമതി ഇല്ലാതാവണം? അപ്പൊ അത് ചെയ്ത തെറ്റാ. നമുക്ക് അത് എല്ലാം വിൽക്കാം ആദ്യം. അല്ല, വയസ്സാകുമ്പോ ഒരു പേടിയാ. സാറൊക്കെ പോകുന്ന പോലെ സാർ ആഫ്രിക്കൊക്കെ ടൂർ പോയ പോലെ പോവാം. അവസാനം തലയ്ക്കും ഇത് ശൂന്യാകാശം, താഴെ മരുഭൂമി, ആ കണ്ടീഷനിലെത്തണം. ടീച്ചറുടെ കഥ ബോംബെയും കൽക്കത്തയും ഒക്കെ ഇങ്ങനെ എന്താ പറയണേ, നാമമാത്രമായി കറങ്ങിയ ഓർമ്മകളിലൂടെ കൊണ്ടുപോയി. പിന്നെ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ ഒത്തിരി വർണ്ണിക്കുന്നുണ്ടായിരുന്നു. മറ്റേ മൂന്നാമത്തെ കഥ ഉഷമാം. ഇതെല്ലാം സത്യം പറഞ്ഞ നമ്മൾ സത്യം ഇത് സാറേ എന്നാ അനുഭവം അല്ലേ. എല്ലാ അനുഭവങ്ങളാണ്. എന്തൊരു അനുഭവമാണ് ഈ കഥ. നമ്മൾ ഇതുപോലെ തന്നെ ഈ വേദിയിൽ വേറെ ഒരു അനുഭവ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെ, മരിക്കുന്നത് എത്ര ഭേദം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ കഥാപാത്രം കഴിച്ചു കൂട്ടിയത്. ശങ്കരനാരായണപിള്ള പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പഴയ കോൺഗ്രസ് നേതാവ് ഒരു ശങ്കരനാരായണപിള്ള മന്ത്രി ഉണ്ടായിരുന്നു. തമ്പി സ്പീക്കറാണ്. ശങ്കരനാരായണ തമ്പി ഇപ്പോഴും ഉണ്ട്. നിയമസഭയിൽ ഒരു ചേംബർ ഉണ്ട് അദ്ദേഹത്തിന്, ഒരു കോഡിലും അവിടെയാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ശങ്കരനാരായണ തമ്പി മരിച്ചു പോയിട്ട് ഒരുപാട് കാലമായി. നന്നായിരുന്നു കേട്ടോ. പ്രത്യേക അഭിനന്ദനം. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വയസ്സാകുന്നതിനും ഈ അൽഷിമേഴ്സോ ഇതൊന്നുമല്ല, നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ സ്വന്തമായിട്ട് പോകാൻ കഴിയാത്തൊരു സമയം വരുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അതുവരെ നമ്മൾ പോകാതിരുന്നാൽ വളരെ നല്ലതെന്ന് തോന്നിപ്പോകുന്നു. അതാണ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം മാറിയല്ലോ. ഇപ്പൊ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഇഷ്ടം പോലെ അടിപൊളി ഹോട്ടലല്ല, നല്ല അഡ്വാൻസ് ആയിട്ട് മേടിച്ചിടുക. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോവും, ഉറപ്പാ. വിദ്യാഭ്യാസം അവര് നോക്കണം എന്നുള്ളൊരു ചിന്ത ഇല്ലാതിരിക്കുക ഏറ്റവും ചിന്ത. അതിനുവേണ്ടി പണം ഉണ്ടാക്കി വെക്കണം മാം, ചുമ്മാ ഇരിക്കില്ല. അവരെ അധ്വാനിച്ച് നമ്മളെ വളർത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അവര് നല്ല രസകരം. ഞാൻ എന്റെ ഒരു പ്രോജക്റ്റില് ഒരു പരിപാടി ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഓൾഡ് ഹോം പോലെ. ഞാനല്ല, പൈസ മുടക്കുന്ന വേറെ ആൾക്കാരാണ്. അതിന്റെ ഒരു പ്ലാൻ നമ്മളതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഈ പറയുന്ന പോലെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ അവിടെയാ, അവരെ നോക്കാൻ ആളില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അത് തന്നെ അവർക്കും ആ ഗതി തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോ അവര് ഓൾറെഡി പ്ലാൻ ചെയ്യാണ് ഒരു പോവുക, നല്ല എന്താ പറയുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ചെറിയ റൂമുകൾ, 1-2 റൂം, ടൗൺഷിപ്പ് പോലെ അല്ലേ സാറേ? എല്ലാവർക്കും ഒരു ടൗൺഷിപ്പ് പോലെ അല്ലേ? ഫുഡ് നമുക്ക് ഏറ്റവും പ്രശ്നം ഫുഡ് ഉണ്ടാക്കുന്നതാണല്ലോ. ഫുഡ് ഉണ്ടാക്കുന്നതാണ് പ്രായമാകുമ്പോ. ഇപ്പൊ എന്റെ മദറിലോ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് പോയത്. അപ്പൊ ഒരു പ്രായം എത്തുമ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പൊ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസും ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട,
ഇരിക്കുക, കഴിക്കുക, പാത്രം പോലും കഴുകേണ്ടാത്ത രീതിയിലുള്ള സിസ്റ്റം. വണ്ടിയുണ്ട്, സോ കോമൺ ആയിട്ട് ഏത് വണ്ടി ഉപയോഗിക്കാം. ഹോസ്പിറ്റലുണ്ട്, കാരണം മക്കള് നാച്ചുറലി നോക്കാൻ കാണുമെന്ന് വിചാരിക്കണ്ട, സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പാടില്ല, അതാണ് സേഫ്. നമ്മൾ ഈ കേരളീയർക്ക് മാത്രമേ ഈ ആഗ്രഹമുള്ളൂ. ആ നമ്മളെ നോക്കാൻ വേണ്ടി മക്കളെ വളർത്തുന്നത്. അപ്പൊ ആ സിസ്റ്റം മാറി. ആ സിസ്റ്റം മാറി വലിയ താമസമൊന്നുമില്ല. അല്ല സാറേ, അവര് നോക്കാൻ തയ്യാറാണെങ്കിൽ അനുവദിച്ചു കൊടുക്കാമല്ലോ. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു സ്വാർത്ഥത വേണ്ടെന്നാ പറഞ്ഞേ. ഷീല മാം ഇന്ന് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ്, ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, വൈഫിനും ജോലി ഉണ്ടായിരുന്നു, മക്കൾക്കൊക്കെ ജോലിയായി, അമ്മ വീട്ടിലുണ്ട്. അമ്മ ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കാതെ ഭയങ്കര തുരുതുര പണിയാണ്. ഒരു ദിവസം ഇവർ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മയ്ക്ക് പനിയാണ്, വല്യമ്മയ്ക്ക് പനിയാണ്. അവർ ഒരു നിലത്തൊരു പാവിരിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ദേഷ്യം വന്നു, അവർ വഴക്ക് പറഞ്ഞു. അപ്പോൾ വേഗം ഒരു കട്ടിലെടുത്ത് കൊണ്ടുവന്ന് അവരെ എടുത്തു ആ കട്ടിലെ കിടത്തി. ആലോചിച്ച് നോക്ക്, എന്നിട്ട് അവർക്ക് ഈ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകണം, എന്നിട്ട് ഇവർ നീട്ടി 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 കൊണ്ടുപോവുക. എന്നിട്ട് ഇപ്പൊ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടിയപ്പോൾ ആശുപത്രി കൊണ്ടുപോയി. ഇല്ലാത്തവരല്ല, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പെൻഷൻ ഇല്ലാത്തവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അതാ പറഞ്ഞേ. പക്ഷേ ഈ മക്കൾക്ക് പൈസ ഇല്ലാത്തവരല്ല, വലിയ 2 നില വീടൊക്കെ ഉണ്ട്, അമ്മയ്ക്കൊരു കട്ടിലില്ല, ഇപ്പം അല്ല, അവരും ഇതൊരു അൺവാണ്ടഡ് തിങ് ആയി മാറുവാണ്.